മോർണിംഗ്, വെൽക്കം ടു പൈലറ്റ് ടീം. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയിലുള്ളത് ക്യാപ്റ്റൻ ഷാരിഖ് അലി. ഓക്കെ, എൻ്റെ CPL ബാച്ച്മേറ്റ് ആണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ ഒരാളാണ്. ഹീസ് ഫ്രം കാലിക്കറ്റ്, മലയാളിയാണ്. ഏവിയേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഒരുമിച്ചാണ്. അതെ. അപ്പോ കുറച്ചധികം വിശേഷങ്ങൾ നമുക്ക് ക്യാപ്റ്റൻ ഷാരിഖിനോട് ചോദിക്കാം അല്ലേ? ഓക്കെ. അപ്പൊ എന്തോട് തുടങ്ങാം? സോ ആദ്യം പൈലറ്റ് 18 വ്യൂവേഴ്സിന് നമസ്കാരം. സോ ഇപ്പൊ ആനന്ദ് പറഞ്ഞ പോലെ അതെ, നമ്മൾ ഒരുമിച്ച് തുടങ്ങിയതാണ്. പിന്നെ രണ്ടാളും രണ്ട് വഴിക്കായി. ആനന്ദ് ബിസിനസ്സിലേക്ക് പോയി, പിന്നെ ഞാന് ഇൻസ്ട്രക്ടറിലേക്ക് പോയി. സോ ഇപ്പം കറന്റ്ലി വർക്കിംഗ് ആസ് എ ചീഫ് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ in Aviana Aviation Academy, which is in Kishangarh, Rajasthan. അപ്പൊ ഞാനിപ്പോ ഇൻസ്ട്രക്ടർ ആയിട്ട് ഇതിപ്പോ എന്റെ 7ാമത്തെ വർഷമാണ്. അതെ, 7,000 മണിക്കൂറോളായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആവാൻ പോകുന്നു. 6,500 പ്ലസ് ആയി. അതെ. എന്താ എയർലൈൻസ് നോക്കാത്തത്? ഓക്കെ, ഇതെല്ലാം തുടങ്ങിയതെന്ന് വെച്ചാൽ അതിനും ഒരു കഥ ഉണ്ട്. നമ്മള് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത ടൈമില് ഞാൻ നാവിഗേഷൻ പാസ്സായി. നാവിഗേഷൻ പാസ്സായപ്പം ആനന്ദ് നാവിഗേഷൻ കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആനന്ദിന് നാവിഗേഷൻ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആനന്ദ് അത് പഠിച്ച് പാസ്സായി. അപ്പൊ എനിക്ക് തോന്നി, ഓക്കെ, ഇത് എനിക്ക് പറ്റിയ പണിയാണ്. അതെ, ടീച്ചിങ് ഇസ് ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടാണ് ഷാരിഖ്. അതെ 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 ഉണ്ടായിരുന്നു. യെസ്. ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. പ്രാക്ടിക്കൽ ഫ്ലൈയിങ് ഉണ്ട്. ഇല്ല, CPPNR ഒന്നും ഇപ്പൊ അധികം അങ്ങനെ ആരും യൂസ് ചെയ്യുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് CPPNR മെയിൻലി എയർലൈൻ ഒരു ലിമിറ്റഡ് ഫ്യൂൽ ആക്കിയിട്ട് എടുത്തിട്ടാണ് അവര് സെക്ടർ ഫ്ലൈങ്ങിന് പോവാ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ അതിന് കൂടുതൽ മേ ബി ലൈക്ക് ഫുൾ ടാങ്ക് കപ്പാസിറ്റിയിലായിരിക്കും നമ്മൾ ഫ്ലൈങ്ങിന് പോകുന്നത്. സോ ഈ CPPNR at that time it doesn't make any sense. പിന്നെ സോ അതിലൂടെയാണ് ഞാൻ ഇൻസ്ട്രക്ഷനായി വന്നത്. പിന്നെ എന്നെ പഠിപ്പിച്ച നമ്മളവിടെ ഒരു ക്യാപ്റ്റൻ പ്രദീപ് നർവാൾ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു. സോ ആഫ്റ്റർ സീയിങ് ഹിം എനിക്ക് ഒരു ഇത് വന്നു, ഓക്കെ, എനിക്ക് ഇൻസ്ട്രക്ടർ ആവണം. കാരണം ഒന്നാമത്തെ കാര്യം, ഇൻസ്ട്രക്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഫ്ലൈയിങ് സ്കില്ല് മാത്രമല്ല, നോളേജ് മാത്രമല്ല, ഈ കുട്ടികൾ ഓരോ ക്വസ്റ്റ്യൻസും ഡൗട്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഫുൾ ഓൺ പ്രിപ്പയർഡ് ആയിരിക്കണം. സോ അതൊരു കാര്യം. പിന്നെ ഇൻസ്ട്രക്ടർ കഴിഞ്ഞ് എയർലൈനിലേക്ക് പോകുമ്പോൾ അതിനൊരു നല്ല വാല്യൂ ആണ്. കാരണം എത്ര അവേഴ്സ് കൂടുന്നോ അത്രയും നല്ലതാണ്. ഞാൻ CPL കഴിഞ്ഞപ്പം ഐ ഹാവ് ഓൺലി വൺ എയിം, മൈ ലോഗ് ബുക്ക് ഷുഡ് കീപ് റണ്ണിങ് ആൻഡ് ദാറ്റ് ഈസ് റണ്ണിങ്. ആ സമയത്ത് ഈ വാക്കൻസികൾക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈം ആയിരുന്നു. ആ സമയത്ത് തീരെ വാക്കൻസി ഇല്ല. ശരിക്കും ഒരുപാട് കാശുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വാക്കൻസി എവിടെയും കിട്ടിയ ആ ടൈമിൽ ഏവിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഒരു 4 വർഷത്തിന് ശേഷം ഒരു പീക്ക് വരും, പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും പോകും. പക്ഷെ ഇപ്പൊ ഏവിയേഷൻ ഇസ് ആക്ച്വലി നല്ല ബൂമിലാണ്. ഇനി മേ ബി നെക്സ്റ്റ് 7 years I would say പൈലറ്റ്സിന് നല്ല ചാൻസസ്. ഇപ്പൊ പൈലറ്റ് കാര്യം പറഞ്ഞാലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഏർലിയർ ബാച്ച് സ്റ്റുഡൻസ് എല്ലാവരും ഒരാൾ പോലും ഇപ്പം വെറുതെ മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളവരല്ലാതെ ഒരാൾ പോലും എല്ലാവരും കയറി. ഓൾ ആർ ഇൻ എയർലൈൻ ഇൻസ്ട്രക്ടറും അങ്ങനെയൊക്കെ ഒരു ആൾക്കാരായിട്ട്. സോ അങ്ങനെ ഞാൻ ഇൻസ്ട്രക്ടർ ഫീൽഡിലേക്ക് വന്ന് ഞാൻ ആദ്യം AFI ആയി ജോയിൻ ചെയ്ത് 2018 ചൈംസില്. പിന്നെ 19 ഞാൻ FI ആയി, 2020 ഡെപ്യൂട്ടി CFI, 2021 CFI ആൻഡ് കണ്ടിന്യൂയിങ് ആസ് എ CFI. ഇപ്പൊ ഞാൻ ഇവിടെ അവിയാന ജോയിൻ ചെയ്തിട്ട് ഇറ്റ്സ് ഓൺലി ലൈക്ക് 4 months. സോ അവിയാനയിലോട്ട് മാറാനുള്ള പ്രധാന റീസൺ ഐ തിങ്ക് ഈ പറഞ്ഞ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണ് മെയിൻ. അതെ, മെയിൻ ആയിട്ട് അതായിരുന്നു. കാരണം അവിടെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഐ വുഡ് സേ ദാറ്റ്. അവിടുന്ന് വരാന്ന് പറയുന്നത് എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷെ മെയിൻ ആയിട്ട് അവിടെ ഒരു ക്വാളിറ്റി ലൈഫ് ഇല്ല. ദാറ്റ് മീൻസ് നമ്മളൊരു വെറുതെ ഒരു ഫ്രീ ടൈം ആണെങ്കിൽ പോലും എവിടെയെങ്കിലും പോവാനോ ഫാമിലി ആയിട്ട് കൊണ്ടുപോകാൻ അങ്ങനെ ഉള്ള ഒരു സ്ഥലമല്ല. പിന്നെ ഞാൻ പിന്നെ 7 വർഷം ഞാൻ അവിടെ ഇരുന്നു. അപ്പൊ പിന്നെ
അവിടുത്തെ എക്സ്പീരിയൻസ് എല്ലാം അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്. യെസ്, അവിടുന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു. അവിടുന്ന് എല്ലാ സാധനങ്ങളും പഠിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഐ ആം ഡൂയിങ് ദ സെയിം തിങ്. ആക്ച്വലി ഡൂയിങ് ദ സെയിം തിങ്. ബട്ട് ഇവിടെ സ്ഥലം കുറച്ച് നല്ലതാണ്, കാരണം അജ്മീർ അടുത്താണ്, പിന്നെ ഫാമിലി ഒക്കെ ആയിട്ട് പോവാനും. യെസ്, ഇവിടെ അടുത്ത് ജയ്പൂർ ഉണ്ട്, ജോധ്പൂർ, ജയ്സൽമേർ. പക്ഷെ ഏവിയാന എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു കിഷൻഗഡ് എത്തി കുഴപ്പമില്ലാതെ കറങ്ങാൻ പോകാനൊക്കെ പറ്റിയ ഒരു സ്ഥലം. അതെ അതെ, ആണ്. ഇവിടെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, ഒരു ഡംപിംഗ് യാർഡ് എന്ന് പറഞ്ഞിട്ട്. കാരണം ഏഷ്യയിലെ ഒരു ലാർജസ്റ്റ് മാർബിൾ പ്ലേസ് ആണത്. നമ്മൾ കേരളത്തിലെ ആൾക്കാരൊക്കെ രാജസ്ഥാൻ മാർബിൾ എന്നൊക്കെ പറയാറില്ല, അതൊക്കെ ഇവിടുന്ന് വരുന്നത്. ഇവിടുന്ന് തൊട്ടടുത്താണ്, അതൊക്കെ 2-3 കിലോമീറ്റർ. കിഷൻഗഡും മാർബിൾ മണ്ടി. അതാണ്, യെസ്, അതാണ് മാർബിൾ മണ്ടിയാണ്, എക്സാക്ട്ലി. അപ്പൊ അവരെ ഈ മാർബിളിന്റെ ഈ പൗഡേഴ്സ് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, ഡംപിംഗ് യാർഡ്. അത് ആ പൗഡർ ഡംപ് ചെയ്ത് അറ്റ് ലാസ്റ്റ് ഇറ്റ് ബിക്കെയിം ലൈക്ക് എ സ്നോ. It became like a snow actually. So people used to call it as Switzerland of Rajasthan. അവിടെ പോയിട്ട് കുറെ പ്രീ വെഡിങ് ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അവിടെ. അത്യാവശ്യം കാണാൻ scenic beauty. അതെ അതെ, അവിടെ പോയി കഴിഞ്ഞാൽ ഒരു സ്നോ എന്നുള്ള രീതിയിൽ ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അങ്ങനെ ആയിട്ട് അപ്പൊ ആൾക്കാർ കുറെ ടൂറിസ്റ്റ് വരാറുണ്ട് അവിടെ. ഓക്കെ, അപ്പൊ ഫാമിലിയെ പറ്റി പറഞ്ഞു. അപ്പൊ ഫാമിലിയെ പറ്റി ഒന്ന് അറിയാമെങ്കിലും. ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ വൈഫ് ഞാൻ പറഞ്ഞല്ലോ, അവള് പുറത്തുനിന്നാണ്. പിന്നെ അതെ, തായ്ലൻഡിൽ നിന്നാണ്. അപ്പൊ അവള് മാസോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഒരു തായ്ലൻഡ് മ്യാൻമാർ ബോർഡറിലുള്ള അടുത്താണ് വരുന്നത്. പിന്നെ എനിക്ക് ഈ ഒരു ബേബി ഉണ്ട്, ഒരു 4.5 മാസമായി ഇപ്പൊ. അപ്പൊ അവര് രണ്ടാളും മേ ബി ജാൻ ഫസ്റ്റ് വീക്ക് ആകുമ്പോ ഇവിടെ തിരിച്ചെത്തും. അതെ, ഇവിടെ ഉണ്ടാവും. ഇനി അജ്മീർ ലൈഫാണ്, ഇനി രാജസ്ഥാൻ ലൈഫ്. അതെ, കുറെ കാലം മധ്യപ്രദേശ് ലൈഫ് ചെയ്യുന്നു. ഓ, ഞാൻ ഏകദേശം 15 വർഷമായി മധ്യപ്രദേശിൽ അറിയാം. അതെ, നമ്മള് സ്റ്റാർട്ട് ചെയ്തത് ഭോപ്പാലിന്, ഓർമ്മ ഉണ്ടോ? പിന്നെ അത്യാവശ്യം റിമോട്ട് ഏരിയയിലായിരുന്നു. അതെ, റിമോട്ട് ഏരിയ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മള് സേലം പോയി 2011. സേലത്ത് നിന്ന് നമ്മള് കുറച്ച് നല്ല ഫ്ലൈ ചെയ്തു, നല്ല എയർക്രാഫ്റ്റ് 152. എയർക്രാഫ്റ്റ് മാത്രമല്ല, അവിടുത്തെ ടോപ്പോഗ്രഫി അത്യാവശ്യം കൊള്ളാം. യെസ്. പിന്നെ നമുക്ക് പറ്റാവുന്ന ഫുഡും സാമ്പാറും. അതെ അതെ. ഇപ്പൊ അവിടെ നമ്മുടെ ഒരു ഫ്ലൈങ് ക്ലബ് ഉണ്ട്, എക്വിയർ എന്ന് പറഞ്ഞിട്ട്. സ്റ്റുഡൻസ് അവിടെ ഫ്ലൈ. അതിന്റെ ഇൻസ്ട്രക്ടേഴ്സ് ഐ തിങ്ക് നമുക്കൊക്കെ ജൂനിയർ ആയിട്ട് വന്നവരാണെന്ന് തോന്നുന്നു കുറച്ച്. അതില് ഐ ഫോർഗോട്ട് ഹിസ് നെയിം. അവിടുത്തെ CFI എനിക്ക് ഓർമ്മയുണ്ട്. അതെ, കാറുമെല്ലാം കണ്ട്. അതെ, യെസ്. പിന്നെ അവിടെ ഇപ്പോഴും അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഗുണയിലേക്ക് വന്നു. പിന്നെ ഗുണയിൽ ഒരു 1.5 ലൈഫ് ഇരുന്നത്. അടുത്തത് ക്വസ്റ്റ്യനിലോട്ട് വരാം. അതായത് നമ്മുടെ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്ന സ്റ്റുഡൻസ്, മീൻസ് എന്റെ സ്റ്റുഡൻസിന്റെ കാര്യം പറഞ്ഞാലും അവരുടെ സ്റ്റുഡൻസിന് വലിയ കുഴപ്പമില്ലെങ്കിലും പാരന്റ്സിന് ഈ സേഫ്റ്റി എന്നൊരു കൺസേൺ ഉണ്ട്. ഇത്രയും ചെറിയൊരു എയർക്രാഫ്റ്റ് ഇത് എന്തുമാത്രം സേഫ് ആണ് എന്നുള്ള രീതിയിൽ. അപ്പൊ സേഫ്റ്റിയെ പറ്റി എന്താണ് പറയാനുള്ളത്? CFI 6000 മണിക്കൂർ എക്സ്പീരിയൻസ് ഉള്ള ആളാകുമ്പോഴേക്കും സേഫ്റ്റിയെ പറ്റി പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. ഓക്കെ, സേഫ്റ്റി അത് നല്ല ക്വസ്റ്റ്യൻ, കാരണം സേഫ്റ്റിയാണ് മെയിൻ കൺസേൺ. അതിപ്പം നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ഇറ്റ്സ് നോട്ട് അബൌട്ട് എത്ര ക്വിക്ലി ട്രെയിനിങ് കഴിഞ്ഞോ അതിലല്ല കാര്യം, അതിൽ സേഫ്റ്റിയാണ്. അപ്പം ഒന്നാമത്തെ കാര്യം, ആസ് എ ഫ്ലയർ, ആസ് എ ഇൻസ്ട്രക്ടർ, നമ്മള് ഓരോ സോർട്ടി ചെയ്യുമ്പോഴും ഓരോ ഫ്ലൈങ് ചെയ്യുമ്പോഴും നമ്മൾ അതിൽ എമർജൻസി ഫ്ലൈങ് ഇൻക്ലൂഡ് ചെയ്യും. അതായത് മേ ബി എൻജിൻ ഫെയിലിയർ ആഫ്റ്റർ ടേക്ക് ഓഫ്, എൻജിൻ ഫെയിലിയർ ഡ്യൂറിങ് ടേക്ക് ഓഫ്, എൻജിൻ ഫയർ ഇൻ ഫ്ലൈറ്റ്, ഇലക്ട്രിക്കൽ ഫെയിലിയർ, റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ, അങ്ങനെ. പിന്നെ ഗ്ലൈഡ് അപ്രോച്ച്, അങ്ങനെ എൻജിൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഹൗ യു ഹാവ് ടു ചൂസ് എ ഫീൽഡ്, അതൊക്കെ നോക്കി എങ്ങനെ വന്ന് ലാൻഡ് ചെയ്യുക. സോ ദിസ് നമ്മൾ മെയിൻ പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. അപ്പൊ ഒരു സ്റ്റുഡന്റ് ഇപ്പൊ 10 മണിക്കൂർ സോളോ കണ്ടിന്യൂസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ അത് 11ാമത്തെ മണിക്കൂർ നമ്മളൊരു എമർജൻസി സോർട്ടി ചെയ്യും. വീണ്ടും അവർ 10 മണിക്കൂർ ചെയ്താൽ വീണ്ടും നമ്മൾ അടുത്ത മണിക്കൂറിൽ നമ്മളൊരു എമർജൻസി സോർട്ടി ചെയ്യും. പിന്നെ ഒരു കുട്ടീനെ സോളോ റിലീസ് ചെയ്യുന്ന മുന്നേ നമ്മള് എല്ലാ എമർജൻസി സ്റ്റൈലും കവർ ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് സോളോ റിലീസ് ചെയ്യുന്ന മുന്നേ വി വിൽ കവർ ഓൾ ദ സോർട്ടീസ് ഓഫ് എമർജൻസീസ്. പിന്നെ അതെല്ലാം നമ്മള് FTPR ലോഗ് ചെയ്യുന്നുണ്ടാവും. അത് നമ്മൾ ചെയ്തൊരു SOP ആണ്.
ഓക്കെ. DGCA റൂൾ എന്ന് പറയുന്നത് ഇത് ഇൻക്ലൂഡ് ആവണമെന്നാണ്. പക്ഷെ എത്ര വേണം, എപ്പോ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മള് മാക്സിമം നമ്മൾ എമർജൻസി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മള് പിന്നെ മെയിൻ നമ്മളെ SOP ഈ എമർജൻസി. എന്റെ ചോദ്യം അതിനേക്കാളും ഇതായിട്ട് പേരൻസിന് സേഫ്റ്റിയെ പറ്റി പേടിയുണ്ട്, അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? ഓക്കെ, അതാണ് ഞാൻ വരുന്നത്. മെയിൻ ആയിട്ട് ഈ സേഫ്റ്റി എന്ന് പറയുന്നത് ഫ്ലൈയിങ്ങിൽ മാത്രമല്ല, അത് നമ്മളെ കയ്യിൽ മാത്രമല്ല. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം നമുക്ക് എയർക്രാഫ്റ്റ് റിലീസ് ചെയ്ത് തരുന്ന മെയിന്റനൻസ്, പിന്നെ ഈ ടോ ചെയ്യുന്ന മാർഷലർ, അത് ആരാണെങ്കിലും ഈ എയർക്രാഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻ, ഇവർ എല്ലാവരും അതിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഓരോ എമർജൻസി ഡ്രില്ല് ചെയ്യും. എമർജൻസി ഡ്രില്ല് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഒരു എയർക്രാഫ്റ്റ് ഇപ്പം അഥവാ എന്തെങ്കിലും ക്രാഷ് ലാൻഡിങ് ആയി കഴിഞ്ഞാൽ പോലും ഹൗ ഇസ് ദ റെസ്പോൺസ് ഫ്രം അവർ ടീം. അപ്പൊ നമ്മള് എല്ലാ ഒരു 15 ദിവസം കൂടുമ്പോഴും വി ഡു ഓൺ എമർജൻസി ഡ്രിൽ. അപ്പൊ ആ ഡ്രില്ലിന് നമ്മൾ ഇവിടെ ആരും ഒന്നും അറിയിക്കുന്നില്ല. വി ജസ്റ്റ് സ്വിച്ച് ഓൺ ദ സൈറൻ and only the pilot and the student who's in that aircraft and the CFI നമുക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, സൈറൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സോ വി ജസ്റ്റ് വെയിറ്റ്. വാട്ട് ഈസ് ദ ക്രാഷ് ക്രൂ ടീം? നമ്മളൊരു ക്രാഷ് ക്രൂ ടീം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്ക് ഓരോ ബ്രീഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇന്ന് യുവർ ജോബ് ഇസ് ദിസ്, യുവർ ജോബ് ഇസ് ദിസ്, ഇത്ര ടൈമിന്റെ ഉള്ളിൽ അവിടെ എത്തി, എത്ര ടൈമിന്റെ ഉള്ളിൽ ഇവാക്യുവേറ്റ് ചെയ്ത്, എപ്പോ പിന്നെ എപ്പോഴാണ് പൈലറ്റിന് ആദ്യം എടുത്ത് നേരെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോവുക, പിന്നെ എയർക്രാഫ്റ്റ് അവിടുന്ന് റിമൂവ് ചെയ്യുക. സോ ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ് ഇങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ ഡ്രില്ലായിരിക്കും ചെയ്യുക. ചിലപ്പം ടയർ ബേസ്റ്റ് ഡ്രിൽ, ചിലപ്പോൾ നമ്മൾ എഞ്ചിൻ ഫെയിലിയർ, ചിലപ്പം ക്രാഷ് ലാൻഡിംഗ് എന്നുള്ള ഇതൊക്കെ ഒരു സിമുലേഷൻ നമ്മൾ ചെയ്യുന്നത് അവിടെ. ഇതൊന്ന്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സോർട്ടീസ് ചെയ്യുന്ന ഒന്ന്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സേഫ്റ്റി മാനേജ്മെന്റ് ക്ലാസ്സസ് നമ്മൾ നടത്തും, സ്റ്റുഡൻസിന് നടത്താറുണ്ട്. സോ മന്ത്ലി അറ്റ്ലീസ്റ്റ് വൺസ്. പിന്നെ പുതിയ വരുന്ന ഇൻഡക്ഷൻ സ്റ്റുഡൻസിന് നമ്മൾ സേഫ്റ്റി ക്ലാസ്സസ് നടത്താറുണ്ട്. പിന്നെ ഇതേപോലെ മോർണിംഗ് ബ്രീഫിംഗ് ഉണ്ടാവും. മോർണിംഗ് ബ്രീഫിംഗിൽ നമ്മൾ അന്നന്ന കാര്യം, ഓക്കെ, ഇതിപ്പം വെദർ ഇസ് ഓൾസോ കൺസേൺ, ഓക്കെ, ട്രാഫിക് ഇസ് എ കൺസേൺ, ടെറൈൻ ഇസ് എ കൺസേൺ. ഇപ്പൊ അന്നത്തെ ദിവസം ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി, സോ വാട്ട് ആർ ദ ത്രെറ്റ്, വാട്ട് ആർ ദ എറേഴ്സ് വിൽ യു ഡു. സോ അങ്ങനെ ത്രെറ്റ് ആൻഡ് എറർ മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, ഹസാർഡ് ആൻഡ് റിസ്ക്. പിന്നെ ഇതേപോലെ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എവറിഥിങ്. ഇത് ഒരാളടുത്ത് നല്ല വരുന്നത്, ഫുൾ ടീമിന്ന് വരുന്നതായത്. സോ സേഫ്റ്റി നൗ ഇപ്പൊ നമ്മളെ പാട്ട് കഴിഞ്ഞു, ഇനി നമ്മൾ സ്റ്റുഡന്റ് റിലീസ് ചെയ്യും. വെൻ വി റിലീസ് ദ സ്റ്റുഡന്റ് ആഫ്റ്റർ ടീച്ചിങ് ഈച്ച് ആൻഡ് എവറിഥിങ്, നൗ ഇറ്റ് ഈസ് അപ് ടു ദ സ്റ്റുഡന്റ്. ഹൗ ഇസ് ഹിസ് ഡിസിഷൻ മേക്കിംഗ്, ഹൗ ഇസ് ഹിസ് അവയർനെസ്, സിറ്റുവേഷണൽ അവയർനെസ്. സോ ഇതിന്റെ ഒക്കെ നമ്മൾ ബ്രീഫിങ്ങും ക്ലാസ്സസും പിന്നെ ഓരോ എക്സസൈസ് ഒക്കെ ചെയ്ത് സ്റ്റുഡന്റിനെ ആ പ്രൊഫഷ്യൻസി ആക്കി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡന്റിനെ സോളോ റിലീസ് ചെയ്യുള്ളൂ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, സപ്പോസ് ഓർ ഇലക്ട്രിക്കൽ ഫെയിലിയർ, ദ സ്റ്റുഡന്റ് obviously get panic, but they should know what kind of decision they has to make, what kind of course of action they have to do. So ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. സോ പാരന്റ്സിന്റെ കൺസേൺ എന്ന് പറയുമ്പോൾ നമ്മൾ എയർലൈൻസിൽ പറയും CRM, ഓക്കെ, ക്രൂ റിസോഴ്സ് മാനേജ്മെന്റ് ഓർ കോക്പിറ്റ് റിസോഴ്സ് മാനേജ്മെന്റ്. സോ സിംഗിൾ ക്രൂ ആകുമ്പോൾ അത് SRM ആവും. That means single pilot resource management. Now, whatever resource this student, he's solo flying, whatever resource the student or the pilot is getting, not even in the cockpit, from outside, even from the ATC, from the other traffic, the position, from our MFD, the position of the traffic, പിന്നെ നമ്മൾ ATs, weather, പിന്നെ പുറത്ത് കാണുന്ന ക്ലൗഡ്, എന്താണെങ്കിലും ഇതൊക്കെ സ്റ്റുഡന്റ് റിസോഴ്സ് ആണ്. സോ അക്കോർഡിംഗ് ടു ദാറ്റ് they have to take the decision. സോ ഇതുകൊണ്ടാണ് നമ്മൾ പൈലറ്റ് ആവാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ഡിഗ്രി ചോദിക്കാറില്ല, ഫസ്റ്റ് റാങ്ക് വേണമെന്ന് പറയാറില്ല, പോസ്റ്റ് ഡിഗ്രി ഓർ വലിയ മാസ്റ്റേഴ്സ് വേണമെന്നൊന്നും പറയാറില്ല. സോ മെയിൻലി ഒരു പൈലറ്റ് ആവാൻ കുറച്ചൊരു ബേസിക് നോളജ് ഓഫ് മാത്തമാറ്റിക്സ്. അതിൽ മാത്തമാറ്റിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രിഗണോമെട്രി, പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്. ഇറ്റ്സ് എ നോർമൽ തിങ്. പിന്നെ പൈത്തഗോറസ് തിയറം, ദിസ് തിങ്. പക്ഷേ പിന്നുള്ളത് ഒരു പൈലറ്റിന് വേണ്ടത് ഹിസ് എബിലിറ്റി, ഹിസ് മെന്റൽ എബിലിറ്റി, ഹിസ് മൾട്ടി ടാസ്കിങ്, ഹിസ് ജഡ്ജ്മെന്റ് സ്കിൽ, പിന്നെ obviously his knowledge.
whatever he studied on that particular that aviation thing, that knowledge. So ഇതൊക്കെയാണ് ഒരു പൈലറ്റിന് മെയിൻ ആയിട്ട് വേണ്ടത്. അതെ. സോ എന്ത് എമർജൻസിയിലും പൈലറ്റിന് കൈകാര്യം ചെയ്യാൻ പറ്റണം. അതാണ്, അല്ലാണ്ട് ഇറ്റ്സ് നോട്ട് അബൌട്ട് യുവർ ഡിഗ്രി ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ സേഫ്റ്റിയെ പറ്റി ഒരുപാട് അങ്ങ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വി ഹാവ് ടു ജസ്റ്റ് കോർഡിനേറ്റ്. യെസ്, ആൻഡ് ഓൾസോ നമ്മള് ഇൻസ്ട്രക്ടേഴ്സിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാൻഡർഡൈസേഷൻ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പം ഇതുപോലത്തെ ചെറിയ ചെറിയ ഇങ്ങനത്തെ ഒരു റിഫ്രഷർ ക്ലാസ്സസ് ഒക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. അതില് നീ പറഞ്ഞ പൈലറ്റ് 18 SMS ക്ലാസ് എടുക്കുന്ന സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം, ദാറ്റ് ഇസ് എ വെരി ഗുഡ് തിങ്. I would suggest you should also include some classes related to ADM, aeronautical decision making, situational awareness, risk management, threat and error management. അതില് ആ ക്ലാസ്സസ് വിത്ത് എക്സാമ്പിൾസ്. ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ, സപ്പോസ് വൺ സ്റ്റുഡന്റ് സോളോ പൈലറ്റ്, so he is taxiing. The student is taxiing. At that time, the ATC is giving the call, or the student just doing the checklist. After startup, he is doing the checklist. After startup, what are the procedures? The ATC is calling. Okay, ready to copy departure clearance. Okay, now the student will say go ahead. Now student will be busy with doing the departure clearance. Okay, അപ്പൊ ഇത് കഴിഞ്ഞ ശേഷം സ്റ്റുഡന്റ് ചെക്ക് ലിസ്റ്റ് എവിടെ എത്തി, ചിലപ്പം 2-3 സാധനം വിട്ടുപോയിണ്ടാവും. then he will be doing that. ആ 2-3 സാധനം വിട്ടുപോയി ചിലപ്പം ഇറ്റ് ക്യാൻ ബി ഫ്ലാപ്പ്, അല്ലെങ്കിൽ ഫ്യൂൽ പമ്പ്, അങ്ങനെ ഇമ്പോർട്ടന്റ് എന്തെങ്കിലും സംഭവമായിരിക്കും. So this is an error. Now how do you manage this error? So you have to say, if you are in a busy time in the cockpit, at that time if ATC is calling, so you have to say stand by. Yeah, right. First, let me do my job, then I'll come to you. Exactly. So it's an example I give, because ഇതൊക്കെ നമ്മൾ ട്രെയിനിങ് പാർട്ടില് സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്ന് പറ്റുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അത് അപ്പം എനിക്ക് കുറെ എക്സാമ്പിൾ പറയാൻ പറ്റും അങ്ങനത്തെ സംഭവം. പിന്നെ ഇന്നത്തെ ത്രെട്ട് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, we used to ask the student, okay, so what is the threat today for the sortie? അപ്പൊ അവർ പറയും, okay, there are too many traffics in the circuits, അല്ലെങ്കിൽ the weather is getting hazy, അല്ലെങ്കിൽ then there are terrains here, so when we are going there, one traffic will be here, like these kind of. So this is the threat. So how are you going to manage? So I'll be keep monitoring the ATC, the RT. I'll just keep looking for the TAS, like these kind of thing. Yes. പിന്നെ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസില് എന്തെങ്കിലും ആക്സിഡൻസ്, ഇൻസിഡൻസ്, എന്തെങ്കിലും ഇഷ്യൂസ്? യെസ്, ഉണ്ടായിട്ടുണ്ട്. എന്റെ ഒന്നല്ല, നമ്മള് ഞാൻ ഓതറൈസ് ചെയ്യുമ്പോൾ ഞാൻ ഇൻസ്ട്രക്ടർ ആയ ടൈമില് സ്റ്റുഡൻസിന് ഉണ്ടായിട്ടുണ്ട്. മോസ്റ്റ്ലി ഈ സോളോ റിലീസ് ചെയ്ത് കഴിഞ്ഞാല് കുട്ടികൾക്ക് ഒരു ഇതുണ്ട്. അതായത് ഇപ്പം സപ്പോസ് ഒരു സർക്യൂട്ടിൽ 3 എയർക്രാഫ്റ്റ് ഇസ് ഡൂയിങ് ദ സർക്യൂട്ട്. സോ ഹൗ വാട്ട് ഹാപ്പൻ, ഈ കുട്ടി ലാൻഡ് ചെയ്ത്, നൗ ലാൻഡ് ചെയ്ത് പിന്നെ എക്സിറ്റ് ചെയ്ത് വീണ്ടും കാത്തു നിൽക്കണം, അടുത്ത ആള് ലാൻഡ് ചെയ്ത് പിന്നെ വരും, അടുത്ത ആള്, പിന്നെ ഈ സ്റ്റുഡന്റ് വീണ്ടും അടുത്ത ലൈനപ്പ് വരണം. അപ്പൊ അന്ന് സർക്യൂട്ടിൽ ആരും ഇല്ലായിരുന്നു, ഈ സ്റ്റുഡന്റ് മാത്രമായിരുന്നു. സോ വെരി ഹാപ്പി. എനിക്ക് കുറെ സർക്യൂട്ട് ചെയ്യാൻ, കുറെ ലാൻഡിങ് ചെയ്യാനുള്ള രീതിയിൽ അങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത് ലാൻഡ് ചെയ്ത്, സ്റ്റുഡന്റ് വാസ് ഇൻ എ ഹറി. ഓക്കെ, റിക്വസ്റ്റ് ബാക്ക് ട്രാക്ക് ലൈനപ്പ്. സ്റ്റുഡന്റ് വേഗം ബാക്ക് ട്രാക്ക് ചെയ്ത് ലൈനപ്പ് ഒക്കെ ചെയ്ത് ടേക്ക് ഓഫ് ചെയ്തപ്പം എയർക്രാഫ്റ്റ് ഇസ് മൂവിങ്, ബട്ട് ഇറ്റ്സ് നോട്ട് ഗെറ്റിംഗ് എയർബോൺ ആസ് യൂഷ്വൽ, because the student forgot first thing flap to put, second thing student forgot to set the trim. So ഇങ്ങനെ ഈ ഹറിവറി കാര്യങ്ങളില് we have to take time. That is also an error by the student or by the pilot. അപ്പം അങ്ങനെ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതൊരു January 2020, Jan 3rd. I still remember. That was a very fatal accident. ഒരു ഇൻസ്ട്രക്ടറും സ്റ്റുഡന്റും. അന്ന് ഞാൻ FI ആയിരുന്നു. അപ്പൊ ഞാൻ നൈറ്റ് ലൈൻ കഴിഞ്ഞ് I was doing the ATC duty. അപ്പം ഇവര് 120 നോട്ടിക്കൽ മൈൽ ക്രോസ് കൺട്രി പോയതായിരുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പം ഇറ്റ് ബിക്കേം ഫോഗി. January പോകുമ്പം ഒന്നുമില്ലായിരുന്നു. ഇറ്റ് വാസ് വെരി ക്ലിയർ സ്കൈ ആൻഡ് എവറിഥിങ്. ബട്ട് അവിടെ പെട്ടെന്നാണ് ഫോഗ് ഡെവലപ്പ് ആയത്. ആൻഡ് ദ ഫോഗ് ഡെവലപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി സെറ്റിൽഡ് ഓൺ ദ ഗ്രൗണ്ട്. അങ്ങനെ തിരിച്ചു ഇല്ല, കാണാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഫോഗ് ആയിരുന്നു. അതായത് ഞാൻ ATC എന്നിട്ട് എനിക്ക് റൺവേന്റെ ലൈറ്റ്സ് പോലും കാണാൻ പറ്റുന്നില്ലായിരുന്നു. സോ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. ഇറ്റ് വാസ് വെരി തിക് ഫോഗ്. ആൻഡ് ഇവര് വരുമ്പോ ഞാൻ പറഞ്ഞു, ആദ്യം ഫോഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ ഞാൻ പറഞ്ഞു എക്സ്പെഡൈറ്റ് യുവർ അറൈവൽ. അവർ പറഞ്ഞു ഓക്കെ. പിന്നെ ഏകദേശം ഒരു 30 മൈലൊക്കെ എത്തിയപ്പം
ഞാൻ പറഞ്ഞ എക്സ്പെക്ട് ഡൈവേർഷൻ ടു ഭോപ്പാൽ. കാരണം അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന പിന്നെ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ 15 കിലോമീറ്റർ എത്തിയപ്പോ ഞാൻ പറഞ്ഞു ഡൈവേർട്ട് ഭോപ്പാൽ എന്ന് പറഞ്ഞു. പക്ഷേ എല്ലാ പൈലറ്റിനും അവരുടെ ഉള്ളിൽ ഒരു ഫീലിംഗ് ഉണ്ടാവും, നമ്മള് പോയാൽ തിരിച്ച് ഇവിടെ തന്നെ വരണം. അങ്ങനെ അത് ഒരു പൈലറ്റിന്റെ ഉള്ളിലുള്ള ഒരു സംഭവമാണ്. എന്റെ വീട് ഇവിടെ, എന്റെ ഇവിടെ, ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ തിരിച്ചു ഭോപ്പാൽ, അതും രാത്രിയാണ്. ഭോപ്പാലിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ തിരിച്ച് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. മേ ബി അതൊക്കെ ആയിരിക്കും മനസ്സിലായി. അപ്പൊ ബട്ട് ദിസ് പൈലറ്റ് ഡിഡ് ആക്ച്വലി റോങ് ഡിസിഷൻ. അയാള് ഹി കെയിം ആൻഡ് ഐ വാസ് ടെല്ലിങ് ഹിം ഡൈവ്. ഞാൻ ഭോപ്പാലിന് ഞാൻ കോൾ ചെയ്ത് അവിടുത്തെ വിസിബിലിറ്റിക്കാരൊക്കെ ചോദിച്ചു, ആൻഡ് ഇറ്റ് ഈസ് ഓക്കെ വിത്തിൻ മിനിമ. അങ്ങനെ ഞാൻ പറഞ്ഞു ഡൈവേർട്ട് ടു ഭോപ്പാൽ, ബട്ട് ഹി ഡിഡ്ന്റ് ഹിയർ അബൌട്ട് ഇറ്റ്. അയാൾ വന്ന് ആദ്യം ഒരു സൈഡ് റൺവേ അപ്രോച്ച് ചെയ്യാൻ നോക്കി, ബട്ട് ഹി കുഡന്റ് സീ ദ റൺവേ. ദെൻ ഹി ഡിഡ് ഗോ അറൌണ്ട്, ദെൻ ഹി ട്രൈഡ് ഫോർ ദ സെക്കൻഡ്, ദാറ്റ്സ് ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് റൺവേ. But by the time he came too low and he hit on the tree, and this power was full, the speed was full, and he did a steep turn, descending turn. അങ്ങനെ ഒരു വിങ് ഒരു ട്രീന് പോയി ഇടിച്ച്, അങ്ങനെ ഒരു ഫീൽഡ് കഴിഞ്ഞ് മൂന്നാമത്തെ ഫീൽഡിലാണ് എയർക്രാഫ്റ്റ് ഇങ്ങനെ ചിതറി കിടക്കായിരുന്നു. സോ ദാറ്റ് വാസ് എ വെരി ഫേറ്റൽ ആക്സിഡന്റ്. അന്ന് ഞാൻ നാട്ടിൽ ചെയ്തോണ്ടിരുന്നത്. സോ what to do? I tried my best, but the rest is the pilot's decision. Okay. So all these are learning, you know. Everything is a learning. That student ഞാൻ പറഞ്ഞില്ല, ഫ്ലാപ്പും ട്രിമ്മും മറന്നുപോയി. അതിനുശേഷം we started one SOP. Any student who line up, they will give the call, trim set, flap set, ready for takeoff. Okay. After that only you should. After that only we'll give the clearance. So അങ്ങനെ ഓരോ ഇൻസിഡന്റും ആക്സിഡന്റിലാണ് നമുക്ക് ഇതിന്റെ ഏവിയേഷന്റെ പ്രോഗ്രസ്. എക്സാക്ട്ലി. ഓക്കെ. അപ്പോൾ അടുത്തിനി ഫ്യൂച്ചറിനെ പറ്റി എന്താണ്, നമ്മുടെ കരിയറിന്റെ ഡെവലപ്മെന്റും കാര്യങ്ങളും, ഇനി അങ്ങോട്ടുള്ള ഭാവി എന്താണ് തോന്നുന്നത്? കരിയർ സത്യം പറയണെങ്കിൽ ഞാൻ ഇത്രയും കാലം ഐ വാസ് ജസ്റ്റ് ലിവിങ് ദ പ്രസന്റ്. എനിക്ക് ആകെ ഒരു എയിം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫ്ലൈ ചെയ്യണം. ലെറ്റ് ഇറ്റ് ബി സ്മോൾ എയർക്രാഫ്റ്റ്, ബിഗ് എയർക്രാഫ്റ്റ്, എനിക്കത് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇൻസ്ട്രക്ടർ ആയിട്ട് നിന്ന് എയർലൈനിൽ പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇടയ്ക്ക് തോന്നും why should I? Yeah, why should I actually? Yeah, because again it is something, it's not like a manual flying, you know. നമ്മള് പറ്റാവുന്ന ഇരുന്ന് അതൊരു കോക്പിറ്റ് മാനേജർ ആണ്, നമ്മള് പൈലറ്റ് അല്ല. നമ്മള് കോക്പിറ്റിൽ ഇരുന്ന് കഴിഞ്ഞ് ജസ്റ്റ് ടേൺ യുവർ നോബ് ദിസ് തിങ്. ബട്ട് യാ, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടം. പക്ഷെ എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഐ ഓൾവേസ് ഗീവ് ദ പ്രിഫറൻസ് ടു മാനുവൽ ഫ്ലൈങ് ആൻഡ് ജനറൽ ഏവിയേഷൻ മോസ്റ്റ്ലി. മേ ബി ഞാൻ എന്റെ അടുത്ത പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ ATP ക്ലിയർ ചെയ്യാം, എന്നിട്ട് മേ ബി ഐ വിൽ ട്രൈ ഫോർ സം ചാർട്ടേഡ്. അപ്പം അതായിരിക്കും. പക്ഷെ അതിന്റെ അവേഴ്സ് വളരെ കുറവായിരിക്കില്ലേ പല ചാർട്ടേഡിനും? അതെ, അവേഴ്സ് കുറവായിരിക്കും. പക്ഷെ മെയിൻ എന്താന്ന് പറയുമ്പോ ഇറ്റ്സ് ലൈക്ക് എ സഡൻ പ്ലാൻ. Okay, now you have to go to this place, that place. So pilot does everything. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ that will be very challenging. നല്ല ചാലഞ്ചിങ് ആയിരിക്കും. അവേഴ്സ് കുറവായിരിക്കും, ബട്ട് മോർ ഫാമിലി ടൈം ആയിരിക്കും. Now I have to think about that. Family time. അതെ, ഇത്രയും കാലം ഞാന് പണിയെടുത്ത മാക്സിമം ഫ്ലൈങ്ങിൽ തന്നെയായിരുന്നു. സോ ATP ക്ലിയർ ചെയ്യാം. അപ്പൊ അതാണ് എന്റെ മെയിൻ. പിന്നെ കാലിക്കറ്റിലോട്ട് തിരിച്ച് ഈ അടുത്തായിട്ട് എപ്പോഴാ പോയത്? ലാസ്റ്റ് ഞാൻ പോയത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ മാർച്ചോ. ഞാൻ ആക്ച്വലി ഇയർലി once or twice ഞാൻ വീട്ടിൽ പോവാറ് ആക്ച്വലി. കഴിഞ്ഞ മാർച്ചിലാണ് ഞാൻ പോയത്. കോഴിക്കോട് ഫുഡൊന്നും മിസ് ചെയ്യുന്നില്ല? പിന്നെ അല്ലാതെ മിസ് ചെയ്യുന്നുണ്ടോ? അതെ അതെ, ഇടയ്ക്ക് ഞാന് മറ്റേ ചൈംസിലായപ്പം, സാഗറിലായപ്പം ഈ നാട്ടിലെ ഫുഡ് കഴിക്കാൻ എനിക്ക് അത്രയും ഇതായിട്ട് അവസാനം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിയർ ബൈ കേരള റെസ്റ്റോറന്റ് എന്ന്, അത് കാണിക്കുന്നത് ഭോപ്പാലില്. അങ്ങനെ ഞാൻ എന്റെ അടുത്ത വീക്ക് ഓഫിൽ ഞാൻ രാവിലെ ഡ്രൈവ് ചെയ്തു സാഗറിന് ഭോപ്പാൽ വരെ പോയി. അവിടുന്ന് നല്ല ചോറും മീൻ കറിയും മീൻ പൊരിച്ചതൊക്കെ കഴിച്ച് ഫുള്ളാക്കി തിരിച്ചു. പിന്നെ അതിൽ ഞാൻ കുറച്ച് പാർസലും തിരിച്ചു വന്നു. ഭോപ്പാലാണെങ്കിൽ ഗോവിന്ദപുര ആ സൈഡിൽ ഒരു ഇന്ത്യൻ ഓഫീസിന്റെ ഓപ്പോസിറ്റ്. അതെ അതെ അതെ, അവിടെ കറക്റ്റ്. ഓക്കെ. പിന്നെ വേറെന്തായാലും സ്റ്റുഡൻസിന് വേണ്ടി ചോദിക്കുക. സത്യം പറഞ്ഞ ഇപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ബോണ്ടില്ലേ സ്റ്റുഡൻസിന് വേണ്ടി സ്റ്റുഡൻസിന് വേണ്ടി എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഡു നോട്ട് ഫോളോ അതേഴ്സ് പാത്ത്.
അത്രേ ഉള്ളൂ. എല്ലാവർക്കും അവരുടേതായ ലൈഫ്, അവരുടേതായ പക്ഷെ കഴിവുകൾ. ഇപ്പൊ എല്ലാരും ഈ ഒരു എന്താ ടെയിൽ ഗേറ്റിംഗ് പോലെ ഒരാൾ എയർലൈൻസിൽ പോകുന്നു, അടുത്തയാൾ എയർലൈൻസ്. എക്സാക്ട്ലി അതാ ഞാൻ പറഞ്ഞത്, ഡു നോട്ട് ഫോളോ. എന്നിട്ട് അവർ അറ്റ് ലാസ്റ്റ് ദേ വിൽ ബി ഇൻ സ്ട്രെസ്. ചിലപ്പം ചില സ്റ്റുഡന്റ് സോളോ റിലീസ് ആവുന്നത് 14 മണിക്കൂറായിരിക്കും, ചില സ്റ്റുഡന്റ് സോളോ റിലീസ് ആവുന്നത് 25-35 മണിക്കൂറായിരിക്കും. ഈ 35 മണിക്കൂർ സോളോ കിട്ടിയ ആൾക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. ഓ അവന് സോളോ, എനിക്കിന്നത് സോളോ ആയി. ഇതേ അവസ്ഥയാണ് അവർ എയർലൈനിൽ പോകുമ്പോൾ. ചിലപ്പോൾ ഇവൻ എയർലൈനിൽ പോയിണ്ടാവും ആൻഡ് ഹി ഓൾസോ വോണ്ട് ടു ഗോ എയർലൈൻ, പക്ഷെ അവന്റെ എയർലൈൻ ഇന്റർവ്യൂ ക്ലിയർ ആവുന്നില്ല, ഇതാവുന്നില്ല. സി എല്ലാവർക്കും ഓരോന്നിനും അതിൻ്റെതായ ടൈം ഉണ്ട്. അതെ ദാസ. അപ്പൊ ആ ടൈമിൽ എല്ലാവരും കയറുള്ളൂ. ഞാൻ ഇൻസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ എന്നോട് എന്റെ പാരന്റ്സ് പറഞ്ഞു, അതിനാണോ ഇന്ന പൈലറ്റ് ആക്കിയത്. സോ ബട്ട് നൗ ദേ ആർ സെയിങ് ദാറ്റ് നീ എയർലൈനിലൊന്നും പോണ്ട, ഇവിടെ തന്നെ ഉണ്ടോ, ഇതാണ് നല്ലത്. പക്ഷെ എയർലൈൻസില് എനിക്കൊന്ന് കുറെ സ്ട്രെസ് ആണെന്ന് തോന്നുന്നു. ചോദിച്ചു നോക്കുമ്പേ ഇത് രാവിലെ വരുന്നു, വൈകുന്നേരം പോകുന്നു, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വരുന്നു, രാത്രി സ്ട്രെസ് പോകുന്നു. രണ്ടിനുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു 6 എയർക്രാഫ്റ്റ് സോളോ എയർക്രാഫ്റ്റ് റിലീസ് ചെയ്യാം. എക്സാക്ട്ലി ഈ 6 എയർക്രാഫ്റ്റ് അവർ പോകുന്നത് ക്രോസ് കൺട്രി പോകുന്നത്, അത് എന്റെ സൂപ്പർവിഷൻ ഞാൻ പോകുന്നത്, അവർ പോകുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് അത് ഭയങ്കര സ്ട്രെസ്, അത് വേറെ എവിടെയും കിട്ടാത്ത സ്ട്രെസ്. എക്സാക്ട്ലി. ഇപ്പൊ ഞാൻ ഒരു കുട്ടീനെ ആദ്യമായിട്ട് സോളോ റിലീസ് ചെയ്യുമ്പോ ഈവൻ തോ നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വിടുക, പക്ഷെ എന്നാലും ഒരു സ്ട്രെസ് ഉണ്ടാവും. അതെ ഉണ്ടാവും. എക്സാക്ട്ലി. ഇവിടെ പേരന്റ്സ് വരുമ്പോ ഇങ്ങനെ പറയും, പ്ലീസ് ലുക്ക് ആഫ്റ്റർ മൈ, നല്ലോണം നോക്കണം എന്നൊക്കെ പറയും. ഡോണ്ട് വറി, നൗ വി ആർ ദ ലോക്കൽ ഗാർഡിയൻ. ആക്ച്വലി യെസ്, പേരന്റ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് ലോക്കൽ ഗാർഡിയൻ. സോ ആ ഒരു റിലേഷൻഷിപ്പിലാണ് നമ്മൾ എപ്പോഴും നിൽക്കുക. പിന്നെ സാധാരണ ഇതിലിപ്പം പേഴ്സണലി ചോദിക്കുന്നത് വേറൊരു കണക്ക്, പക്ഷെ ഒരു വ്യൂസിന് വേണ്ടി ചോദിക്കുമ്പോൾ CFI ഒക്കെ ആകുമ്പോഴേ CFI ഒക്കെ ആകുമ്പോൾ സാലറി ഏർണിങ്സ് എങ്ങനെ ഉണ്ടാവും? ഓക്കെ, അത് ഞാൻ വാല്യൂ പറയുന്നില്ല, പക്ഷെ അതിനേക്കാൾ നല്ലതായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഒരാളിപ്പം ഒരു പൈലറ്റ് എയർലൈനിൽ കയറി, ഹി സ്റ്റാർട്ട്സ് വിത്ത് ഫസ്റ്റ് ഓഫീസർ. ഓക്കെ, ആ ഫസ്റ്റ് ഓഫീസറിന്റെ അതേ സാലറി ആണ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ AFI. പിന്നെ ഹി വിൽ ബിക്കം സീനിയർ ഫസ്റ്റ് ഓഫീസർ, അതേ സാലറിയാണ് FI. പിന്നെ ഹി വിൽ ബിക്കം കമാൻഡർ, അതേ സാലറിയാണ് ഡെപ്യൂട്ടി. പിന്നെ ഹി വിൽ ബിക്കം സംതിങ് ലൈക്ക് instructor or kind of example. So almost it's somewhat like that. Maybe ഒരു 2 കൂടുതലായിരിക്കും, 2 ലക്ഷം കൂടുതലായിരിക്കും എയർലൈനിൽ. But I'm telling you, it's almost the same. The instructor and this salary level. Okay. അപ്പൊ സാലറി ആയിട്ട് അങ്ങനെ ഒരു ഇതായതുകൊണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ നമുക്കവിടെ ഇൻസ്ട്രക്ടർ ആയിട്ടൊക്കെ വരുന്ന ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്, CPL ആയിട്ട് വരുന്ന ഇൻസ്ട്രക്ടേഴ്സ്. പലർക്കും എയർലൈൻസ് മാത്രം മതി, കല്യാണം കഴിയാത്തവരാണെങ്കിൽ. കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന പറയുമ്പോഴേക്കും പെണ്ണ് വീട്ടുകാർക്ക് ഒരു താല്പര്യമില്ല, അല്ലെങ്കിൽ ചെറുക്കന്റെ വീട്ടുകാർക്ക് താല്പര്യമില്ല. ഒരു എയർലൈൻസിന്റെ പേര് പറഞ്ഞാൽ ഓക്കെ, സാലറി കുറവാണെങ്കിൽ സാരമില്ല, അത് മതി. അതെന്താന്ന് വെച്ചാല് ഈ പൈലറ്റ് എന്ന് പറയുമ്പം സാധാരണക്കാരുടെ വിചാരം എയർലൈനില് അത് വലിയ പ്ലെയിന് ഫ്ലൈ ചെയ്യുന്ന, എയർപോർട്ടിലൂടെ നടക്കുന്ന, അതാണ് അവരുടെ പൈലറ്റ് എന്ന്. പക്ഷെ ഒരു CPL കഴിഞ്ഞാൽ there are different path. ഒരാൾക്ക് വേണമെങ്കിൽ ഇൻസ്ട്രക്ടർ ആവാ, ചാർട്ടേഡിൽ പോവാ, എയർലൈനിൽ പോവാ, വേണമെങ്കിൽ ഗ്രൗണ്ട് ഇൻസ്ട്രക്ടർ ആവാ, അല്ലെങ്കിൽ ഇതേപോലെ ഗ്രൗണ്ട് സ്കൂൾ തുടങ്ങി ഒരു ബിസിനസ് ചെയ്യാം. സോ there are different things. പക്ഷെ എല്ലാത്തിലും പൈസ സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ ഗ്ലാമർ എന്ന് പറയുന്നത് എയർലൈനിലാണ്. ആൾക്കാർ കാണുന്നത് എയർലൈനിലാണ്. ഫ്ലൈങ് സ്കൂൾ നമ്മൾ ഇവിടെ തന്നെ അല്ലേ നിൽക്കുന്നത്, ആരും കാണുന്നില്ല. എക്സാക്ട്ലി. സോ അതുകൊണ്ടാണ് അതിപ്പോ എന്നോട് ചോദിക്കും, ഞാൻ ഇപ്പോഴും വീട്ടിൽ നാട്ടിൽ പോയാല് ചിലപ്പം എന്റെ ഫാർ റിലേറ്റീവ് ഒക്കെ ചോദിക്കും, എല്ലാ മോനെ എപ്പോഴാ പൈലറ്റ് ആവുന്നത്? അപ്പൊ പിന്നെ ഞാൻ എന്താ പറയാ, ഞാൻ ഓൾറെഡി പൈലറ്റ്. ഇപ്പോഴും അവിടെ ആൾക്കാർക്ക് വിചാരം ഞാൻ പൈലറ്റ് ആയിട്ടില്ല, ഇപ്പോഴും ഐ എം സ്ട്രഗ്ലിംഗ് എന്നുള്ള രീതി. പക്ഷെ എന്ത് ചെയ്യാൻ, അത് ഇനി ചിലപ്പോ ഞാൻ നല്ലൊരു യൂണിഫോം ഒക്കെ ഇട്ടിട്ട് നടക്കേണ്ടി വരും അതിലൂടെ. നാട്ടിൽ നടക്കേണ്ട ആവശ്യമില്ല. സോ അതാണ് മെയിൻ. പിന്നെ അതില് a student, the child should make his parents understand, see this is what it is. ഒരു ഇൻസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ, ചാർട്ടേഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, ഇത്രയാണ് അതിന്റെ സാലറി, ഞാൻ ഈ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത്. ചാർട്ടറിലൊക്കെ ഒരു എക്സോട്ടിക് എയർക്രാഫ്റ്റ്സ് ആണ് ഫുള്ള്. അതുകൊണ്ട് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, എനിക്ക് അതൊക്കെ ഒന്ന് ഫ്ലൈ ചെയ്യണത്. മേ ബി സംതിങ് ലൈക്ക് ഫാൽക്കൺ, ഗൾഫ് സ്ട്രീം, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ.
ഓക്കെ, അപ്പൊ ആ ഒരു വിഷയം നടക്കട്ടെ എന്ന് എന്റെ ഒരു റിഗാർഡ്സ്. താങ്ക് യു അങ്ങനെ നമ്മള് ഒരു പേഴ്സണൽ ഡിസ്കഷന് പറയില്ല, പക്ഷെ വീഡിയോക്ക് വേണ്ടി നമുക്ക് പറയാം. ഓക്കെ, പിന്നെ ഹാബിറ്റ്സിനെ പറ്റി പറയുമ്പോൾ ഒരു പൈലറ്റിന് ഉണ്ടായിരിക്കും, നമുക്ക് ഉള്ള ഹാബിറ്റ്സ് തീർക്കാൻ നമുക്ക് മാറ്റി വയ്ക്കാം അല്ലെ, ഒരു പൈലറ്റ് ആയിരിക്കണം അല്ല പക്ഷേ നമുക്ക് ഉള്ള ഹാബിറ്റ്സ് ഓക്കെ, പക്ഷെ ഞാൻ പറയട്ടെ, നമ്മളൊരു ജോലിക്ക് കയറി കഴിഞ്ഞാണല്ലോ എന്ത് മോശം ഹാബിറ്റ്സ് ഉണ്ടെങ്കിലും അത് കുറെയൊക്കെ മാറും എന്തായാലും, എസ്പെഷ്യലി എയർലൈൻ. കാരണം എയർലൈനിൽ അവര് ലുക്ക് ഫോർ ദ യെസ് അല്ല, അവര് നോളജ് മാത്രമല്ല, അവര് ലുക്ക് ഫോർ ദ ലുക്സ് ഓൾസോ ഓഫ് ദ പൈലറ്റ്. അത് എക്സാക്ട്ലി. സോ ഒരു പൈലറ്റിന് മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത് നല്ല ഡിസിപ്ലിൻ വേണം. ഹി ഹാവ് ടു റിപ്പോർട്ട് ഓൺ ടൈം. കാരണം ഞാൻ തന്നെ ഇവിടെ ഇപ്പൊ ഒരു 5 മിനിറ്റ് ഞാൻ ലേറ്റ് ആയി കഴിഞ്ഞാല് ഞാൻ മാത്രമല്ല ലേറ്റ് ആവുന്നത്, ബാക്കിയുള്ള എയർക്രാഫ്റ്റ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്ന അവരാ ലേറ്റ് ആവുന്നത്. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി എ ഹ്യൂജ് ലോസ് ഫോർ ദ കമ്പനി ഓൾസോ. ദ സെയിം തിങ് ഹാപ്പൻസ് ഇൻ എയർലൈൻ. സോ ഫസ്റ്റ് ഇസ് ഡിസിപ്ലിൻ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് യു ഷുഡ് ഹാവ് എ ഗുഡ് റെസ്റ്റ്. നല്ല റെസ്റ്റ് വേണം. ഞാൻ അറ്റ്ലീസ്റ്റ് മിനിമം ഞാൻ എപ്പോഴും ഒരു 6-7 മണിക്കൂർ ഉറങ്ങണം എന്നുള്ളത് എന്റെ ഒരു ഇതാണ്. അത് ട്രെയിനിങ് സമയത്ത് അങ്ങനെയായിരുന്നു, ബാക്കിയുള്ള ശേഷം അത് എനിക്ക് തോന്നുന്ന ഒരു 10 മണിക്കൂറൊക്കെ ഉറക്കം. പക്ഷേ ഒരുപാട് താമസിക്കും. പക്ഷെ ഇപ്പൊ അത് റുട്ടീനായി മാറിയിട്ടോ. കാരണം രാവിലെ ഒരു 5-5:30 എണീക്കും. പിന്നെ 1.5 hours ആണ് ഞാൻ എപ്പോഴും എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യാൻ ടൈം എടുക്കുക. എണീറ്റ് മുതൽ ഇവിടെ എത്തുന്നവരെ ഇറ്റ് ടേക്സ് 1.5 hours. അപ്പൊ എന്റെ ടൈമിങ് എനിക്കറിയാം. അപ്പൊ അതിനനുസരിച്ചിട്ട് ഞാൻ ഉറങ്ങും, പിന്നെ എണീക്കും, വരും. പിന്നെ ഭക്ഷണം ഞാൻ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും മിസ് ചെയ്യരുത്. ചിലപ്പോ ലഞ്ചൊക്കെ മിസ് ആയെന്ന് വരും, കാരണം ചിലപ്പം ക്രോസ് കൺട്രിയിലൊക്കെ ആയിരിക്കും. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ഒരു ആപ്പിളെങ്കിലും കഴിച്ചിട്ടായിരിക്കും വരാം. ബട്ട് കാരണം എന്നാലേ ഒരു ഉന്മേഷം ഉണ്ടാവുള്ളൂ. അതെ, എനിക്ക് തോന്നുന്നത് ഫിറ്റ്നസിന്റെ മെയിൻ സംഭവം നമ്മള് ഫുഡിന്റെ ഡയറ്റിങ്ങിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. കാരണം എനിക്കത് പറയാനുള്ള എലിജിബിലിറ്റി ഇല്ല, കാരണം ഐ എം നോട്ട് ഗോയിങ് ടു ജിം. പിന്നെ അല്ല, ഫിറ്റ്നസ് ഫ്രീക്ക് അല്ല. അതെ, അതുകൊണ്ട് ഐ കനോട്ട് അഡ്വൈസ് അതേഴ്സ്. മെയിൻ ആയിട്ട് ഫുഡിന്റെ കൺട്രോളിങ്ങിലാണ്. അധികം കഴിക്കരുത്, അങ്ങനത്തെ രീതിയിൽ. പിന്നെ സ്മോക്കിംഗ് ഡ്രിങ്ക് തൊടാൻ പാടില്ല, തൊടാൻ പാടില്ല എന്നല്ല, ബട്ട് എവറിത്തിങ് ഷുഡ് ബി ഇൻ എ ലിമിറ്റഡ് വേ. ഇപ്പം ഈ റൂളും വന്നിട്ടുണ്ട്, അതായത് BA ആൽക്കഹോൾ ടെസ്റ്റ്. സോ അതെങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ ഡ്യൂട്ടിക്ക് വന്ന് ഫസ്റ്റ് തിങ് ദേ ആർ ഡൂയിങ് ഈസ് ദ BA ടെസ്റ്റ്. അത് BA പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പൈലറ്റ് 3 മാസം he is suspended. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ he is 1 year suspended. മൂന്നാമത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ 3 കൊല്ലം. മൂന്നാമത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ he is completely terminated. സോ ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. കാരണം എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇതിന് മുന്നേ പൈലറ്റ്സ് ദേ യൂസ് ടു ഡ്രിങ്ക് ഫ്രം ലണ്ടൻ ആൻഡ് ദേ ലാൻഡ് ഇൻ ഡൽഹി. ലൈക്ക് ദീസ് ഓൾ തിങ്സ് യൂസ് ടു ഹാപ്പൻ. സോ ഇറ്റ് ബിക്കം ലൈക്ക് എ ജോക്ക്. അപ്പൊ അതുകൊണ്ട് അതെ അതെ അതെ. സോ നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ബട്ട് ലൈക്ക് ദീസ് റൂൾസ് ഓൾ വിൽ ഹാവ്. ഇപ്പം ഡ്രഗ് ടെസ്റ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഏത് ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, എയർലൈനിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ തന്നെ ഇപ്പൊ ഒരു പുതിയ ആൾ ജോയിൻ ചെയ്യണമെങ്കിൽ, സ്റ്റുഡന്റ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ദേ ഹാവ് ടു അണ്ടർഗോ ഡ്രഗ്. ദിസ് ഇസ് ഓൾ DGCA റൂൾ. ആ ഡ്രഗ് they have given like 8-7 parameters. These all thing has to be tested. Okay. So and I would suggest it's better to avoid this thing. പക്ഷേ അധികം ആൾക്കാരും, ഞാൻ പറയുന്നത് അധികം പൈലറ്റ്സും ആഫ്റ്റർ ഒന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്മോക്കിംഗ്, ഒരു സിഗരറ്റ് വലിക്കണം എന്നുള്ള ഒരു അതെ ഉണ്ടാവാറുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോ, ഈ ഫീമെയിൽ സ്റ്റുഡൻസ് ഈ ഫീൽഡിലോട്ട് ഇപ്പോ അത്യാവശ്യം നല്ലൊരു ഫ്ലോ, അപ്പൊ അവർക്ക് കൊടുക്കാനുണ്ട് മീൻസ് ആസ്പയറിംഗ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ കാഡറ്റ്സ്, അവർക്ക് എന്താണ് അവർക്ക് വരാൻ പറ്റുന്ന ഫീൽഡാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്? തീർച്ചയായും ഫീമെയിൽസ് ഇനിയും വരണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഇതിന്റെ മുന്നേ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഫീമെയിൽസ്
maybe our the parents No, or the society. society. The society is hesitating that, oh, the women is flying, women is going for this, kind of like that. But I would suggest there are fantastic female pilots who fly amazingly. ഭയങ്കര അടിപൊളിയായിട്ട് ഫ്ലൈ ചെയ്യുന്ന നല്ല പൈലറ്റ്സ് ഉണ്ട്, ഒരുപാടുണ്ട്. ഇപ്പം ഈ FTO ഫ്ലൈറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷനിലേക്ക് എടുക്കുന്ന ബാച്ച് സ്റ്റുഡൻസിലേക്ക് അറ്റ്ലീസ്റ്റ് ഒരു 25-30% ഫീമെയിൽസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഫീമെയിൽ പൈലറ്റ്സ് ഇപ്പം അധിക FTOയിലും എല്ലാ FTOയിലും ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് 25-30% ഫീമെയിൽസ്. പിന്നെ ഏറ്റവും കൂടുതൽ ഫീമെയിൽ ഇപ്പം ഇൻഡക്ട് ചെയ്യുന്ന ഒരു എയർലൈൻ എനിക്ക് തോന്നുന്നു ഇൻഡിഗോ ആണെന്നാണ്. കാരണം ദേ ആർ ആക്ച്വലി കൺസിഡറിംഗ് വിമൻ എംപവർമെന്റ്. അതെ അതെ ആണ്, വിമൻ എംപവർമെന്റ് എന്നുള്ള രീതിയിൽ. പിന്നെ ഐ വുഡ് സജസ്റ്റ് more females should come for this field. കാരണം it is nothing like only boys can handle or the men can handle this thing. Yeah. നമ്മുടെ സ്റ്റുഡൻസ് വരെ നോക്കിയാൽ ഇപ്പൊ ഒരു 25 സ്റ്റുഡൻസിന്റെ ഒരു ബാച്ച് ആണ് നമുക്ക്. അതെ, ഞാൻ AFI ആയ ടൈമില് എന്റെ അണ്ടറില് അറ്റ്ലീസ്റ്റ് 10 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിൽ 9 ഫീമെയിൽസ് ചെയ്യുന്നു. സീരിയസ്ലി, ഞാൻ AFI ആയ ടൈമില് 9 ആൾക്കാർ ഫീമെയിൽസ് ചെയ്യുന്നത്. സോ അത് തന്നെ മനസ്സിലാക്കാം ഹൗ മെനി ഫീമെയിൽ സ്റ്റുഡൻസ് ആർ കമ്മിങ്. പിന്നെ ഈ സൊസൈറ്റിയുടെ ഒരു ടൈസ് എന്നുള്ള രീതിയിൽ കുറച്ച് പേര് ചില സ്ഥലത്ത്. അതെ അതെ, മെയിൻലി നമ്മള് വി ഹാവ് ടു മേക്ക് ദം അവെയർ അബൌട്ട് ഇറ്റ്, യു നോ. ഈ ഫ്ലൈയിങ് ട്രെയിനിങ്ങിന്റെ ആ ഒരു ഷെഡ്യൂൾ ഒന്ന് പറയാമോ? അതായത് ഫ്രം എയറക്സ് മുതൽ. ഓക്കെ, സോ മെയിൻ ആയിട്ട് DGCA പറയുന്നത് എന്താ വെച്ചാൽ 200 hours of CPL, അതിൽ 100 hours of PIC, that means solo or PIC, pilot in command. It includes your checks also. പിന്നെ 50 hours of cross country, പിന്നെ 5 hours of night flying, പിന്നെ 20 hours of instrument flying, പിന്നെ ഒരു 300 nautical mile cross country landing at 2 different aerodrome. സോ ഇതാണ് അവിടെ ഒരു നോർമൽ. ബാക്കി സിലബസ് ഡിവൈഡ് ചെയ്യുന്നത് ഈച്ച് FTO ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ ഓൺ SOP or TPM. നമ്മൾ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ സ്റ്റാർട്ട്സ് വിത്ത് എയറെക്സ്, പിന്നെ ഇനീഷ്യൽ എക്സസൈസ് ചെയ്യും, എയർ എക്സ്പീരിയൻസ്, പിന്നെ അത് കഴിഞ്ഞാൽ സ്ട്രേറ്റ് ആൻഡ് ലെവൽ, ക്ലൈംബ് ആൻഡ് ഡിസെൻഡ്, ടേൺസ്, പിന്നെ സ്റ്റോൾ ആൻഡ് റിക്കവറി. അങ്ങനെ ഇതൊരു 9-10 മണിക്കൂറിന്റെ ഉള്ളിൽ ഈ എക്സസൈസ് കഴിയും. പിന്നെ അത് കഴിഞ്ഞാൽ അവര് ഒരു ചെക്ക് ഉണ്ടാവും അതിന്റെ ഇടയിൽ. ഒരു CFI, ഡെപ്യൂട്ടി CFI, they will do a checks. That is a part of DGCA. Every 5 hours, first 5 hours, പിന്നെ ഒരു 15th hour, പിന്നെ 20th hour, അങ്ങനെ ഓരോ ഫ്രീക്വന്റ്ലി ആയിട്ട് ഒരു ചെക്സ് ഉണ്ടാവും ടു സീ ദ ഡെവലപ്മെന്റ്. ചെക്സില് ഇപ്പൊ ഒരു 5 hour കഴിഞ്ഞ കുട്ടീനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഞാൻ ചെക്ക് ചെയ്യുക അവരുടെ നോളജ്. കാരണം ആ ടൈമിൽ അവരുടെ സ്കില്ലൊന്നും അത്ര ഇമ്പ്രൂവ് ആയിരിക്കില്ല. അപ്പൊ അവർ ആദ്യം ചെക്ക് ചെയ്യുക സിസ്റ്റം, എയർക്രാഫ്റ്റ് സിസ്റ്റം നോളജ്, ദേ നോ ലൈക്ക് ഗാർമിൻ നോളജ്, പിന്നെ അവരുടെ ടാക്സിങ്, പിന്നെ അവരുടെ RT കോൾ, ഡീലിംഗ് വിത്ത് ATC. പിന്നെ ഞാൻ ചെക്ക് ചെയ്യും ഹൗ ഇസ് ദെയർ എഞ്ചിൻ ഹാൻഡ്ലിംഗ്, പവറും കാര്യമൊക്കെ എങ്ങനെ. ഇറ്റ്സ് നോട്ട് ലൈക്ക് എബ്രപ്റ്റ്, അത് മെയിൻറ്റെയിനിങ് ഇരുന്ന ഗുഡ്. പിന്നെ സിറ്റുവേഷണൽ അവയർനെസ്, ആർ ദേ ലുക്കിംഗ് out, looking for the other traffic, looking for the terrain, and they know where is their position now. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇതാണ് മെയിൻ ചെക്ക് ചെയ്യുക. പിന്നെ ചെക്ക് ലിസ്റ്റ്, ആർ ദേ ഫോളോയിങ് ഇറ്റ്. പിന്നെ അവരുടെ പ്രീ ഫ്ലൈറ്റ് വാക്ക് അറൌണ്ട്, പോസ്റ്റ് ഫ്ലൈറ്റ് വാക്ക് അറൌണ്ട്, പ്രീ ഫ്ലൈറ്റിന് മുന്നിലുള്ള ഡോക്യുമെന്റേഷൻ, മറ്റേ CG കാൽക്കുലേഷൻ, ലോഡ് ആൻഡ് ട്രിം, പിന്നെ BA ചെയ്ത, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു 15 മണിക്കൂറൊക്കെ ഉള്ള ഈ പ്രോഗ്രസ് ചെക്ക് ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ ഒന്നുകൂടെ ഇവരുടെ സ്കില്ല് ചെക്ക് ചെയ്യും. Are they maintaining perfect straight and level? Are they maintaining the correct climb and descent with the VY, VX speed? Then level turn, maintaining stall and recovery. How is the recover? And are they giving the call outs in the cockpit? Whatever they are doing. അപ്പൊ ഒന്നും കൂടെ അതൊരു ഡീപ്പായിരിക്കും. പിന്നെ ഒരു 20 hours ചെയ്യുമ്പോൾ സർക്യൂട്ട് ലാൻഡിംഗ് ഒക്കെ ആയിരിക്കും. ആ ടൈമിൽ സർക്യൂട്ട് ലാൻഡിംഗ് ആയിരിക്കും. അപ്പം ആ ടൈമിൽ ചെക്ക് ലൈക്ക് ഹൗ ഇസ് ദെയർ മെയിൻറ്റെയിനിങ് പെർഫെക്റ്റ് സർക്യൂട്ട് പാറ്റേൺ, അപ്രോച്ച്, ലാൻഡിംഗ്, സ്റ്റോപ്പിംഗ് ദ എയർക്രാഫ്റ്റ്, ടേക്ക് ഓഫ്, എങ്ങനെ, അങ്ങനത്തെ ഓരോ സ്റ്റേജിലും ഓരോ കാര്യങ്ങളായിരിക്കും ചെക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ 10 മണിക്കൂർ ഞാൻ പറഞ്ഞ ഈ ഇനീഷ്യൽ സിലബസ്, പിന്നെ ചെക്സ് ഉണ്ടാവും. പിന്നെ കഴിഞ്ഞാൽ സർക്യൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യും. സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് ആൻഡ് ലാൻഡിംഗ്. ഈ സർക്യൂട്ട് ആൻഡ് ലാൻഡിംഗ് എന്തിനാ ചെയ്യുന്ന വെച്ചാൽ അവർക്ക് മോർ ലാൻഡിംഗ് പ്രാക്ടീസ് കിട്ടും, അതിനാണ്. അപ്പം സർക്യൂട്ട് ലാൻഡിംഗ് ചെയ്ത് പിന്നെ ആവറേജ് ഇവിടെ ഒരു കുട്ടിക്ക് സോളോ കിട്ടുന്നത് ആവറേജ് ലൈക്ക് 16-17 ആ അവേഴ്സിലാണ് ഒരു കുട്ടിക്ക് ഇവിടെ സോളോ കിട്ടുന്നത്. അപ്പം പിന്നെ സോളോ ചെക്ക് ഉണ്ടാവും, സോളോ റിലീസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാല്
student will be flying solo circuits. സെക്കൻഡ് സോളോ ചെക്ക്, സെക്കൻഡ് സോളോ ചെക്ക്, തേർഡ് സോളോ ചെക്ക്, ഫോർത്ത് സോളോ ചെക്ക്, അത് കഴിഞ്ഞാൽ ഒരു ചെക്ക് ഫ്രീ ആവും. ചെക്ക് ഫ്രീ ആയി കഴിഞ്ഞാൽ വി വിൽ പുട്ട് സ്റ്റുഡന്റ് ലൈക്ക് ഇൻ എ ഡേ ലൈക്ക് 3 sorties or 3 hours in a day. അപ്പൊ അവർ അതിൽ ഫ്ലൈ ചെയ്യും. അങ്ങനെ ഒരു 7-8 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ വി വിൽ സ്റ്റാർട്ട് ദ ജനറൽ ഫ്ലൈങ്. ജനറൽ ഫ്ലൈങ് ഇസ് എ കൈൻഡ് ഓഫ് ഷോർട്ട് നാപ്പ്. അതായത് ഇവിടുന്ന് ഒരു 15-20 നോട്ടിക്കൽ മൈൽ വരെ പോകും. നമുക്ക് ഓരോ സെക്ടർ ഏരിയ ഉണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് എങ്ങനെയാണ് റീജോയിൻ ചെയ്യുന്നത്, ഹൗ ടു ജോയിൻ ആൻഡ് റീജോയിൻ, പിന്നെ അവിടുന്ന് എന്തൊക്കെ ചെയ്യണം, അതിലാണ് നമ്മൾ എമർജൻസീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോളോന്റെ മുന്നേ കുറച്ച് എമർജൻസീസ് ഉണ്ട്. പക്ഷെ അവിടുന്ന് വേറെ കുറച്ച് എമർജൻസി എന്ന് പറഞ്ഞാൽ PFL, പ്രാക്ടീസ് ഫോഴ്സ് ലാൻഡിങ്, RCF, റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ പഠിപ്പിക്കും. പിന്നെ വിഷ്വൽ ഫ്ലൈയിങ്, അതായത് ഒരു ചെറിയൊരു മാപ്പ് ഉണ്ടാവും സെക്ടർ ഏരിയന്റെ. ആ മാപ്പും ഗ്രൗണ്ടും നോക്കിയിട്ട് ഹൗ ദേ ആർ ഗോയിങ് ടു ദ സെക്ടർ, കമ്മിങ് ബാക്ക് ഫ്രം ദ സെക്ടർ, പിന്നെ ATCAT ഡീൽ ചെയ്യുന്നത്, ഹൗ ടു റീജോയിൻ ടു ദ സർക്യൂട്ട്സ് ആൻഡ് ലാൻഡിങ്, അങ്ങനത്തെ കാര്യം. അപ്പൊ അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവര് ഇതേപോലെ ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ ദേ വിൽ ബി ഫ്ലൈങ് GF ഓൾസോ. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻസ്ട്രുമെന്റ് ഫ്ലൈങ്. Instrument flying is purely based by looking at the instruments, and it is mainly for if the visibility is bad or rainy condition, night condition, any kind of this, the instrument flying. So they have to do 20 hours instrument flying, but we will not be doing complete 20 hours. Initially we will do like maybe 6-7 hours of instrument flying in that purely instrument flying. അത് കഴിഞ്ഞ് നമ്മൾ ക്രോസ് കൺട്രി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ക്രോസ് കൺട്രി ഒരു 50 മണിക്കൂറൊക്കെ ആവുമ്പോഴേക്കും 50 അതിന്റെ കൂടുതൽ, മേ ബി 70-80 hours ആവും. 50 ഒരു കുട്ടി സോളോ നേരത്തെ കിട്ടുകയാണെങ്കിൽ യു ക്യാൻ സേ 50-60. സോ പിന്നെ നമ്മൾ ക്രോസ് കൺട്രി സ്റ്റാർട്ട് ചെയ്യും. ക്രോസ് കൺട്രി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആദ്യം ഒരു 50 നോട്ടിക്കൽ മൈലിന്റെ ഒരു ഷോർട്ട് നാവ് ഉണ്ടാവും. പിന്നെ 100 നോട്ടിക്കൽ മൈലിന്റെ ലോങ് നാവ്. നാവ് എന്ന് പറയുന്നത് നാവിഗേഷൻ. നാവിഗേഷൻ മീൻസ് ആക്ച്വലി ഇറ്റ്സ് എ ക്രോസ് കൺട്രി തിങ്. സോ അതില് AFI ആയിരിക്കും, അത് സ്റ്റുഡന്റ് ഇൻസ്ട്രക്ടറിനായിരിക്കും ആദ്യം 2-3 ഡുവൽ ക്രോസ് കൺട്രി ചെയ്യും. അപ്പൊ അത് ഏകദേശം ഒരു 8 മണിക്കൂർ ഉണ്ടാവും. ഓരോ 3 മണിക്കൂർ വെച്ചിട്ട് ഓരോ സോട്ടി. അങ്ങനെ അത് കഴിഞ്ഞാൽ ക്രോസ് കൺട്രി ചെക്ക് ഉണ്ടാവും. ദാറ്റ് വിൽ ബി ടേക്കൺ ബൈ CFI ഓർ ഡെപ്യൂട്ടി CFI ഓർ FI. അങ്ങനെ അവര് ചെക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവര് ക്രോസ് കൺട്രി സോളോ റിലീസ് ചെയ്യും. പിന്നെ അവര് ഒരു 50 hours they will be doing this solo. No way. അങ്ങനത്തെ ഒരു സാധനം ഇല്ല. അതൊന്നും ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. സേഫ്റ്റി കുട്ടിനെ വിടാണെന്ന്. നോ. സോ ഇറ്റ് ഈസ് ആക്ച്വൽ സോളോ. പിന്നെ അതിലാണ് ഓരോ 10 മണിക്കൂർ കണ്ടിന്യൂസ് സോളോ ഒരു കുട്ടി ചെയ്യുകയാണെങ്കിൽ in between we will do this, like as I said, emergencies. Then again 10 hours solo, then again we do emergencies or instrument flying, like these kind of things we'll do. Okay. അങ്ങനെ 50 hours ആയി കഴിഞ്ഞാൽ പിന്നെ they will start their night flying. Night flying again the same thing. Initially we start with night familiarization. നമ്മൾ അവര് ഓവർഹെഡ് അതെ നൈറ്റ് ഒരു ഫെമിലറൈസേഷൻ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ സർക്യൂട്ട് ആൻഡ് ലാൻഡിങ്, പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെന്റ് ഫ്ലൈങ്, പിന്നെ അത് കഴിഞ്ഞാൽ എമർജൻസീസ് ഉണ്ടാവും. നൈറ്റിലെ എമർജൻസീസ്, ഇപ്പൊ എല്ലാം ഇലക്ട്രിക്കൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഹൗ ആർ യു ഗോയിങ് ടു ഹാൻഡിൽ വിത്ത് ATC, സോ ദാറ്റ് ഫ്ലാഷിംഗ് സിഗ്നൽ ആൻഡ് എവറിഥിങ്, ദീസ് തിങ്. പിന്നെ അവര് സോളോ റിലീസ് ചെയ്യും. പിന്നെ അവര് 5 hours നൈറ്റും ചെയ്യും. ബട്ട് മോസ്റ്റ്ലി ഇവിടെ സ്റ്റുഡന്റ് നേരത്തെ സോളോ കിട്ടുന്നുണ്ട്. ഒരു 14-15 മണിക്കൂർ സോളോ കിട്ടി കഴിഞ്ഞാൽ അവർ ഇഷ്ടം പോലെ അവേഴ്സ് ഉണ്ട്. സോ ദേ പ്രിഫർ ടു ആഫ്റ്റർ ദർ റിക്വയർമെന്റ് ഓഫ് 50 hours ക്രോസ് ചെയ്യാനോ ദേ പ്രിഫർ ടു ഫ്ലൈ നൈറ്റ്. ബിക്കോസ് നൈറ്റ് ഇസ് ലൈക്ക് കാം ആൻഡ് ക്വയറ്റ് ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. നോ ഗസ്റ്റി, നത്തിങ്. സോ most of the students prefer to fly night. I think most of the pilots prefer to fly night. പിന്നെ അവര് എനിക്ക് തോന്നുന്നു ഇവിടെ സ്റ്റുഡൻസിന് ഏകദേശം 20 hours ഒക്കെ നൈറ്റ് ഉണ്ട്. അതെ, കാരണം അവരിൽ അത്രയും hours ബാക്കിയാണ്. പിന്നെ നമ്മള് ഇതേപോലെ ഇൻസ്ട്രുമെന്റ് ഫ്ലൈങ് ബാക്കി ഉണ്ടാവും. അപ്പൊ അതൊക്കെ നൈറ്റിലായിരിക്കും അധികം മിക്കവാറും ചെയ്യുക. അങ്ങനെ നൈറ്റ് കഴിഞ്ഞാൽ പിന്നെ now they are ready for the checks. അപ്പം ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ by the end of the year exam, so the same thing, കോഴ്സ് കംപ്ലീഷൻ ആവുമ്പോൾ ലാസ്റ്റിൽ ഒരു ചെക്സ് ഉണ്ടാവും. ഒന്നല്ല കുറച്ച് ചെക്സ്. അതായത് ഒന്ന് ഒരു ക്രോസ് കൺട്രി ചെക്ക് ബൈ ഡേ, അത് 250 നോട്ടിക്കൽ മൈൽ. പിന്നെ ഒരു ക്രോസ് കൺട്രി ചെക്ക് ബൈ നൈറ്റ് 120 നോട്ടിക്കൽ മൈൽ. പിന്നെ ഒരു ജനറൽ ഫ്ലൈങ് ടെസ്റ്റ് ബൈ ഡേ, ജനറൽ ഫ്ലൈങ് ടെസ്റ്റ് ബൈ നൈറ്റ്. പിന്നെ ഒരു ഇൻസ്ട്രുമെന്റ് ഫ്ലൈങ് ചെക്ക്, അതായത് ഇൻസ്ട്രുമെന്റ് റേറ്റിംഗ് ചെക്ക്. ഇത് സിംഗിൾ ഇഞ്ച് ഉണ്ട്. അത് അപ്പത്തിനേക്ക് അവനൊരു 185 hours ആയി ഉണ്ടാവും. ബാക്കി 15 മണിക്കൂർ they have to do multi. Now this is
requirement for airline. They can also complete their CPL 200 hours fully single engine. എയർലൈനിൽ പോകുന്ന ആൾക്കാർ 15 മണിക്കൂർ മൾട്ടി ചെയ്യും. മൾട്ടിയിൽ ഇതേപോലെ സിലബസ് ഉണ്ടാവും, ഒരു ഫെമിലിയറൈസേഷൻ, പിന്നെ സർക്യൂട്ട് ആൻഡ് ലാൻഡിങ് ബൈ ഡേ ബൈ നൈറ്റ്, പിന്നെ ഒരു ഇൻസ്ട്രുമെന്റ് ഫ്ലൈങ്, പിന്നെ അതിൽ എമർജൻസീസ് ഉണ്ടാവും, 1 എഞ്ചിൻ ഇനോപ്പറേറ്റീവ്, പിന്നെ അബ്നോർമൽ പ്രൊസീജിയർ, അതിൽ കുറച്ച് കൂടുതൽ എമർജൻസീസും കാര്യങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ സെയിം തിങ് എയർവേ ഫ്ലൈങ് ഉണ്ടാവും. അതായത് എയർവേ റൂട്ടിൽ ജസ്റ്റ് അവർക്ക് എയർലൈനിലേക്കുള്ള ഒരു എൻട്രി ആണ് അത്. ഏതെങ്കിലും എയർവേ റൂട്ടൊക്കെ നമ്മൾ എടുക്കും. പിന്നെ ഇന്റർസെക്ഷൻ പോയിന്റ് ലൈക്ക് ബോബേറ്റ് അങ്ങനത്തെ ഒക്കെ സംഭവം, ഇന്റർസെക്ഷൻ പോയിന്റ് ഒക്കെ എടുത്തിട്ട് വിൽ കണക്ട് ഇറ്റ് ആൻഡ് മേക്ക് എ റൂട്ട് ഫോർ എയർവേ ആൻഡ് ദേ വിൽ ഗോ 4 hours ഫോർ ദാറ്റ്. പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും ചെക്സ്, അതിൽ ഡേ ചെക്ക്, നൈറ്റ് ചെക്ക് ആൻഡ് IR ചെക്ക്, ഇത്രയും കാര്യങ്ങൾ. ഇതിനൊക്കെ ഒരു 200 hours കംപ്ലീറ്റ് ആയി. സിമുലേറ്റർ ഉണ്ടാവും. സിമുലേറ്റർ വി യൂസ് ടു സ്റ്റാർട്ട് അവരുടെ ഇൻസ്ട്രുമെന്റ് ഫ്ലൈങ് 5 hours നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ തൊട്ട് മുന്നേ നമ്മൾ they will start with the simulators first. Yeah, because then they will get more time simulatorൽ ഇരുന്ന് they can study well, prepare well before coming to the aircraft. Yeah. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എല്ലാവരുടെയും കാര്യം ഇങ്ങനെ ആവണമെന്നില്ല. 2 hours കഴിഞ്ഞ് പോകുന്ന കുട്ടികളുണ്ടാവും. അതെ, ഉണ്ട്. കാരണം what we do is 25 hours maximum ഒരു സ്റ്റുഡന്റ് സോളോ കിട്ടിയിട്ടില്ലെങ്കിൽ then we will do a committee. The committee with the student instructor, with the CFI, or maybe the safety manager or the CGI. And we will have a committee with the student and we will tell what is the problem, why it is not performing, and we may give 5 hours more. Yeah, ഒരു 5 hours more കൊടുക്കും. That solo if you are releasing there or not. അപ്പൊ 30 hours ആയി കഴിഞ്ഞാൽ വീണ്ടും we will have a committee. Now this time if the instructor knows sir the student is going to be there in the solo stage in 2 or 3 hours, so we can give that. Or if there is no progress or anything, then we tell the student that see your hours will exceed. It will exceed more than 200 hours. So it is up to you that if you're willing, then we take a writing from them, because it should not be like later stage we are telling them 200 or you didn't tell me and all those. So very rare cases this happen. It can go up to like maybe 203 205 hours. അങ്ങനെ പോകും. പിന്നെ ചെക്സ് ഫെയിൽ ആയി കഴിഞ്ഞാൽ if they fail the checks and they will exceed the hours, because if they fail check, then we have to put them for one corrective sortie. Yes. After the corrective sortie we need to get the review from that instructor. Then we will take another check. So in those cases they exceed. പിന്നെ എന്റെ വേറൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഡൗട്ടല്ല, സ്റ്റുഡൻസിന് അറിയാൻ വേണ്ടിട്ട്, എക്സാംസ് ക്ലിയർ ചെയ്തിട്ട് ഫ്ലൈ ചെയ്യുന്നതാണോ നല്ലത്, അതോ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണോ നല്ലത്? അല്ല, എക്സാം ക്ലിയർ ചെയ്തിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. It is easy for the student as well as for the instructor to teach them. കാരണം ഇപ്പൊ ഒരു അറിവില്ല, ജസ്റ്റ് SPL പഠിച്ചു വന്ന് പാസ്സായി and they are coming for the flight. They won't be knowing anything regarding the systems, regarding the how the airspeed work, how this work, what is the wind condition, what is headwind, tailwind, anything small things they won't be knowing. So we will be teaching them this. We have to take a lot of time on that student, and even it become trouble in the cockpit also. When we are teaching something, the student will be blank. What sir is telling, I'm not understanding. It's wastage of his time and money. ഓക്കെ, നമുക്ക് പഠിപ്പിക്കുന്ന പ്രശ്നമൊന്നുമില്ല, നമ്മൾ വേണമെങ്കിൽ വീണ്ടും പഠിപ്പിക്കും. പക്ഷെ ആ സ്റ്റുഡന്റ് അതിന്റെ പൊട്ടൻഷ്യൽ, ആ നോളജ് ഇല്ലെങ്കിൽ then I would suggest that you clear your papers and come. And at least ഒരു 3-4 പേപ്പർ ക്ലിയർ ചെയ്ത് ഫ്ലൈ ചെയ്യാൻ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അവർ പഠിച്ച സംഭവം അവർ ഫ്ലൈയിൽ കാണുമ്പോൾ they feel actually amazed. ഇനി ഒരു സംഭവം, അതായത് ഒരുപാട് പേര് ഇപ്പൊ പുറത്ത്, അതായത് സൗത്ത് ആഫ്രിക്ക, USA, കാനഡ, അങ്ങനെ പുറത്ത് ഫ്ലൈ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അതാണോ നല്ലത്, ഇന്ത്യ ചെയ്യുന്നതാണോ നല്ലത്? എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു ചോദ്യം if you ask me during our CPL time, then that would have been better. But ഇപ്പം ചോദിക്കുകയാണെങ്കിൽ it's no point of going abroad and coming. So കാരണം ഞാൻ പ്രൗഡ്ലി പറയല്ല, ബട്ട് നമ്മൾ ഈസി ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ടാണ് നമ്മൾ 5 മാസം കൊണ്ട് ഒരു കുട്ടീന്റെ ഫ്ലൈങ് തീർക്കുന്നത്. ഓർക്കെ, ഇഫ് ദ വെദർ ഇസ് നോട്ട് ഗുഡ് or if the student didn't clear the papers, it may extend. It depends upon his papers and the weather and all. But if the student clear all the papers and his flying start, he can easily complete
I would say 5, 6, 7 months like that. So the main point of students going abroad is what? To complete Shorter it quickly. duration. Now what happened is, okay, they complete in 7 months. Everything done. Now they have to come back to India because there they are not going to get job. അതെ. Yeah, because the airline will not take anyone until 1500 hours is there. Okay. And if you want to foreign get, citizen. yes, no, not even foreign. If the airline is like that there, Okay. anyone, any pilot who want to go airline, minimum 1500 hours should be there. So that's why those pilots, when foreign people, they become instructors or they will go to like charter or something like that. Then they, Get the hours and then join. yeah, they gain the hours. So our cadets or the people who are going there, they are not getting job like that. Now, if they want to become instructor, again they have to spend the ground classes there. It's like almost 5, 6 months. Then after that, then pattern starts. Then after that, then get released. Again, it will take time. So nobody is going for that. Now, after 7 or 8 months of their classes, their CPL course, they will come back here. After that, what happened? Conversion. For that conversion, they have to clear papers. There is a composite paper they have to clear. That is one task. Now, if they couldn't clear, then again next attempt, like that. Okay, now suppose they clear in first attempt. That is done. Now the conversion, they have to go to some flying school. Yes. They have to undergo SPL exam again, or for the endorsement on the Indian SPL. After that, they have to fly. Now they may, by the time they might have lose the recency flying. So there is some 6 months recency flying. Again, it will become 25 hours. Now that they have to spend. So now they're spending more time, more money. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം CPL കഴിയുമ്പോഴത്തേക്കും it will become like 1 year. Or കൂടുതൽ പൈസ കഴിഞ്ഞിട്ട് വീണ്ടും 1 year extend ആയിട്ട്. Yes. കൂടുതൽ പൈസ ചെലവാക്കും. So there is no point of going abroad and doing it. പക്ഷെ ഇപ്പൊ ഒരുപാട് ഈ ചെറിയ ചെറിയ ഗ്രൗണ്ട് സ്കൂൾസ് പുറത്തോട്ടാണ് കുട്ടികളെ പ്രിഫർ ചെയ്യുക. കാരണം അറിയാലോ, ഓഫ് കോഴ്സ് Maybe, yeah. That is their business. നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ എൻക്വയറീസ് ഫ്രം ഫോറിൻ ഫ്ലൈങ് ഡബ്സ്. I know. 5 lakhs 8 lakhs per head incentive. പിന്നെ വേറൊരു കാര്യം കൂടെ, അവിടെ ഫ്ലൈ ചെയ്തിട്ട് ഇവർ ഇവിടെ ഫ്ലൈ ചെയ്യുമ്പോണ്ടല്ലോ, മെയിൻലി അവരുടെ ആർട്ടിക്കോൾസ് ഒക്കെ ഭയങ്കര വ്യത്യാസമാണ്. കാരണം നമ്മൾ ഇവിടെ ഈ ഇന്ത്യൻ എയർ സ്പേസ് ഉള്ള ഒരു ആർട്ടിക്കോൾ ഇവർ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ again they get confused. Yeah, they get confused. So, and the class airspace, ഇവിടെ ഏതൊക്കെ airspace ആണ് എങ്ങനെ. So it's like Totally confusing. Yeah, it's just like, okay, I did CPL from Canada, from Australia, came back. Yeah, because I have done like hundreds of people conversion course. I used to ask them, how was it? Okay, their training and everything is good, but sir, it's so time consuming and money, all those. എല്ലാരും അഭിപ്രായം തന്നെ. അപ്പൊ അവര് പറയുന്നത് എന്താ വെച്ചാല്, ഞാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലൈങ് സ്കൂൾ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യാം. ഇപ്പൊ അധികം ഫ്ലൈങ് സ്കൂളിലും ഫ്ലൈങ് ഈ കൺവേർഷന് ഉദ്ദേശം എത്ര കോസ്റ്റ് വരുന്നുണ്ട് ഇപ്പൊ? അപ്രോക്സ് 25 hours minimum they have to fly. Minimum ഞാൻ പറയുകയാണെങ്കിൽ 25 into take it like now per hour the market rate, let's take average like 20,000. So almost like what, 4-5 lakhs. Plus accommodation and all 9 lakhs. Take it like 5, maximum 6 lakhs. That's what the conversion costs now. Okay. Then വേറെന്താ ക്വസ്റ്റ്യൻ ചോദിക്കാം? പിന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തോന്നല്ലേ ഒരു സ്റ്റുഡന്റിന് വേണ്ടിയിട്ടുള്ള ഏജ്. യെസ്, ഏത് ഏജിൽ ജോയിൻ ചെയ്താൽ നല്ലത്? ഒരുപാട് പേരൻസ് ചോദിക്കാറുണ്ട്, +2 കഴിഞ്ഞ ഉടനെ ഇവനെ ഇതിനെ വിടണോ, ഡിഗ്രി കഴിഞ്ഞിട്ട് പോരെ, അല്ലെങ്കിൽ ഇപ്പത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഏജ് ഏറ്റവും പെട്ടെന്ന് പൈലറ്റിലേക്ക് വരുന്നതായിരിക്കും എത്രയും നല്ലത്. കാരണം വേക്കൻസി ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അവരുടെ ഈ വേക്കൻസിയിൽ കയറി കഴിഞ്ഞാല്, സോ ആഫ്റ്റർ when they become 22, 23 or 24, by the time they will be in commander position. കാരണം ഇഷ്ടം പോലെ. യെസ്. സോ നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ
ഈ ഫ്ലൈയിങ്ങും ഗ്രൗണ്ട് സ്റ്റഡീസും പാരലൽ ആയി കൊണ്ടുപോകുന്നതാണ്. ഈ ഗ്രൗണ്ട് സ്റ്റഡീസിനേക്കാളും നല്ലത് ഫ്ലൈയിങ്ങും പിന്നെ ഒരു ഡിഗ്രിയും പാരലായി കൊണ്ടുപോകുന്നത് ഓക്കെ ആയിരിക്കും. ഗ്രൗണ്ട് ക്ലാസ് കൊണ്ടുപോകാൻ പറ്റില്ല. ഇല്ല, ഗ്രൗണ്ട് ക്ലാസ് ആദ്യം പഠിച്ചിട്ട് വരാം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഡിഗ്രി പാരലായി ഇതേപോലെ ഒരു ഡിസ്റ്റന്റ് ആയി പഠിച്ചിട്ട് ഒരു ഡിഗ്രി എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പേരിന് പറയാനൊരു ഡിഗ്രി ഉണ്ടാവും. പക്ഷെ നമുക്ക് ഫ്ലൈങ് കരിയറിനെ പ്രത്യേകിച്ച് ഇല്ല, കാര്യമില്ല. പിന്നെ ഓക്കെ, ഇനിയിപ്പം എക്സാമ്പിൾ വിസ്താര ഒക്കെ പറയുകയാണെങ്കിൽ വിസ്താര എങ്ങനെയാന്ന് വെച്ചാൽ വിസ്താരം പോയല്ലേ ഇപ്പൊ. I mean, it was how it was. It is like കുറെ ആപ്ലിക്കേഷൻ വരുമ്പോ they will start filtering. Okay, ഈ സ്റ്റുഡന്റ് this many hours. So ഡിഗ്രി ഉണ്ടെങ്കിൽ അവര് ഫിൽട്ടർ ചെയ്യുമ്പോ അവർ ചോദിക്കും ഓക്കെ ഇവന് ബിടെക് ഉണ്ടെങ്കിൽ so they will give more preference to him like that. ഇല്ല, ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. പക്ഷെ ഡിഗ്രി ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. കാരണം പൈലറ്റിന്റെ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് എനി ടൈം വി ക്യാൻ ലൂസ് ദ ജോബ്. അതിപ്പം നമ്മള് ഹെൽത്ത് ഇറ്റ്സ് നോട്ട് ഓക്കെ, മെഡിക്കലി ഗോൺ. പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല പൈലറ്റിന്. ഇനിയിപ്പം അഥവാ മേ ബി സം എയർലൈൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ് മറ്റേ ഇത് വന്നല്ലോ അങ്ങനെ വല്ല എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, അതോ എയർലൈൻ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഓർ കംപ്ലീറ്റ്ലി ഏവിയേഷൻ ബിറ്റ് ഡൗൺ. So all these time you have something extra. Yes. So the degree always, I would say degree should be there. Yeah, okay. പിന്നെ ഏജ് എത്രയും ചെയ്യുന്നു. ഏറ്റവും വലിയ പ്രായത്തില് ഇപ്പം 35 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായെന്ന് വിചാരിക്കുക. വാട്ട് യു സജസ്റ്റ്? You can, but you are taking a risk. എയർലൈൻ ജോബിനെ വെച്ച് നോക്കുമ്പോ ഇൻസ്ട്രക്ടർ ആയിട്ട് നിൽക്കുമ്പോ ഓക്കെ. പക്ഷെ ഇൻസ്ട്രക്ടർ ആയി വന്ന് നിൽക്കുമ്പോഴും ഒരു 35-ാമത്തെ വയസ്സിൽ ഒരാൾ CPL കഴിഞ്ഞ്, ബട്ട് ഹി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് he is continue with the flying. ആ CPL കഴിഞ്ഞ പാടെ he is doing the pattern, then he is becoming instructor, then is fine. അല്ലെങ്കിൽ ഒരു CPL 20-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ് and he is coming at 35 age to do the pattern, so it's not going to happen. Okay. Got it. ഓക്കെ, അപ്പോൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ. അപ്പോൾ വേറെ സംശയങ്ങൾ വിസിറ്റേഴ്സിന് ഉണ്ടെങ്കിൽ കമന്റിൽ കൂടെ ചോദിക്കാം. നമുക്ക് പറ്റുന്ന അപ്പോൾ പൈലറ്റ് പറ്റി എന്താ അഭിപ്രായം അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് വേണ്ടി ചെയ്യാമല്ലോ. ഓക്കെ, പൈലറ്റ് 18 ടു ബി ഓണസ്റ്റ് തമാശ ഒന്നുമല്ല. ഞാൻ ഇതിന് മുന്നത്തെ ഫ്ലൈയിങ് സ്കൂളും പിന്നെ ഇവിടുത്തെ ഫ്ലൈയിങ് സ്കൂളും, സോ സ്റ്റുഡൻസിന്റെ ഇടയിൽ ഈ പൈലറ്റ് 18 ഭയങ്കര ഫേമസ് ആണ്. കാരണം അവിടെ എല്ലാവരും റാഫൽ ചോക്കിലാണ് അവിടെ പഠിക്കാനൊക്കെ വരുന്നത്. അപ്പം അവിടെയുള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാം പൈലറ്റ് 18. അവിടെ എല്ലാ ആക്സസറീസും കിട്ടാറുണ്ട്. പിന്നെ കുറെ സ്റ്റുഡൻസിന്റെ കയ്യിൽ ഞാൻ പൈലറ്റ് 18ന്റെ ലോഗ് ബുക്കും ഇതെല്ലാം കണ്ടിട്ടുണ്ട്. സോ അത് ചില്ലറ ഒരു സംഭവം ഒന്നും അല്ല, അതിനേക്കാളും വൻകിട സെറ്റപ്പാണ് പൈലറ്റ് 18. ആൻഡ് ആക്ച്വലി ഞാൻ ഇതുവരെ ഷോപ്പിൽ വിസിറ്റ് ചെയ്തില്ല, പക്ഷെ ഞാൻ കേട്ടെടുത്തോളം കാലം ഇറ്റ് ഈസ് ലൈക്ക് റിയലി ഗുഡ്. ട്രെയിനിങ്ങിനെ പറ്റി എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെ, നിങ്ങൾ അവിടെ ട്രിവാൻഡ്രം ചെയ്യുന്ന നല്ല സക്സസ് റേറ്റ് ആണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മറ്റേ ഈ അഡ്വർടൈസ്മെന്റ് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ആരും ഇത് കണക്ട് ഇല്ലായിരുന്നു. കാരണം എല്ലാം കുട്ടികൾ ഫ്ലൈ തുടങ്ങിയിട്ടില്ല അവരാരും. അപ്പൊ അവരുടെ ഫ്ലൈങ് അവരിപ്പോ ഇവിടെ ഫ്ലൈ തുടങ്ങുകയാണെങ്കിൽ സോ ഷുവർലി ഐ വിൽ ആസ്ക് ദം ദ ഫീഡ്ബാക്ക് അബൌട്ട് ദാറ്റ്. ബട്ട് യെസ്, പൈലറ്റ് 18 is actually growing, and I would suggest all the students who are in Raffle Chowk or any other place, you should visit Pilot 18 because all the accessories are available. ഇന്ന് തന്നെ ഞാനൊരു 2-3 സാധനം ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് പൈലറ്റ് 18. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സ്റ്റുഡൻസിന്റെ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറയാം. Sure, I will be available. ഓക്കെ, അപ്പോൾ അങ്ങനെ Thank you so much. ഓക്കെ.